ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ Can you hear me, sir? Yes, you're audible. Okay, thank you. ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും, കുറെ മക്കളുണ്ട്, കുറെ നല്ല മനസ്സുകൾ, അവർക്കൊക്കെ ഒരു നല്ല ശുഭസായാഹ്നം ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് വിദ്യാഭ്യാസവും ജോലിയും. ഒരു വിദ്യാർത്ഥി തന്റെ പഠനകാലത്ത് ഒരുപാട് സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ നെയ്തുകൊണ്ടിരിക്കും. താൻ ആരാവണം, ഏതു വഴി സഞ്ചരിക്കണം എന്നൊക്കെ. ഒരു അറിയാതെ നഷ്ടപ്പെട്ട ജീവിതങ്ങൾ കുറെയുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾ. ശരിയായ കരിയർ ഗൈഡൻസുകളുടെ ആവശ്യം. ജില്ലാ നേതൃത്വത്തിൽ ജില്ലാ നൈപുണ്യ സമിതി ഈ ഫെബ്രുവരി മാസം ഒരു കരിയർ അവബോധ മാസമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ശരിയായ പാത തെരഞ്ഞെടുക്കുവാനും തൊഴിൽ മേഖലകളുടെ സാധ്യതകളെ അറിയുവാനും ഈ പരിപാടി സഹായിക്കും എന്നുള്ളത് വ്യക്തമാണ്. ക്ലാസുകൾ നൽകാൻ പോകുന്നത് അതത് മേഖലയിലുള്ള എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസും. അവരുടെ തനതു വിവരണങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് നിറം നൽകാൻ ഉതകും. ഇവിടെ ജോയിൻ ചെയ്ത ഓരോ മക്കളും ഈ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം തീർച്ചയായും നേടിയിരിക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. ഞാൻ ഇനി എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറാണ്, ശ്രീ വിവേക് സർ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ കൺഫ്യൂഷനിലായിരുന്നു. എങ്ങനെയാണ് ഈ വ്യക്തിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ആ ചിരിച്ചു നിൽക്കുന്ന മുഖമുണ്ടല്ലോ, എന്നെ തീർച്ചയായിട്ടും വാക്കുകൾ കൂടുതൽ പറയാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രചോദനം നൽകുകയാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 12ാം ക്ലാസ് വരെ സെന്റ് മൈക്കിൾസ് സ്കൂൾ കണ്ണൂരിൽ പഠിച്ചു. പിന്നെ NIT ട്രിച്ചിയിൽ നിന്ന് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ പ്രൊഫഷണൽ ബിരുദം. 1 ഇയർ ജോബിന് ശേഷം വീണ്ടും പഠനം. അതിനെ തുടർന്ന് ക്വാളിഫൈഡ് ഇൻ കാറ്റ് ഫ്രം IIM കൊൽക്കട്ട. ഇനിയും ഉണ്ട് കേട്ടോ. സാംസങ്ങിൽ പ്രൊഡക്ഷൻ മാനേജറായി പിന്നീടുള്ള 2 വർഷങ്ങൾ. 2018 പിന്നെയും മറ്റൊരു പൊന്തൂവൽ കൂടി. ക്വാളിഫൈഡ് ഇൻ CSE 2018 ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട് സർവീസ് IRAS. ഇപ്പോൾ CSE 2019 നേടിയ IAS പട്ടവുമായി നമ്മുടെ മുമ്പിൽ. ചുരുക്കി പറയാൻ എനിക്ക് വളരെ എളുപ്പമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഡിഗ്രീസ് ഒക്കെ ഇങ്ങനെ വളരെ ചുരുക്കി പറയാൻ എനിക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾക്ക് ചുരുക്കി ചിന്തിക്കാനും വളരെ എളുപ്പമാണ്. ഇവിടെ നേർവഴികൾ കടന്നു വന്നതിന് നേർചിത്രങ്ങളുണ്ട്, അനുഭവ കഥകളുണ്ട്. നമുക്കതെല്ലാം അറിയണം, വേണം. അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അത് ഒരു മുതൽക്കൂട്ടായി മാറുള്ളൂ, അതായത് പാഥേയമായി മാറുകയുള്ളൂ. അതിനായി വിവേക് സാറിനെ ഒരുപാട് നന്ദിയോടെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിൽ ചെയ്യുകയാണ്. സർ, Thank you ma'am. Thanks a lot. Thank you. ഈ പറഞ്ഞൊക്കെ കുറച്ച് അത്യാവശ്യം കുറെ കാലമായിട്ട് ഇതിന്റെ പിന്നിൽ തന്നെ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറെ കാലം. കൊറോണ ആയതുകൊണ്ട് എനിക്ക് പിന്നെ നാട്ടിലൊന്നും വരാൻ പറ്റിയില്ല. നാട്ടിൽ വന്നിട്ടൊന്ന് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൊറോണ ആയതുകൊണ്ട് ഞാൻ കൂടുതലും ഡൽഹിയിലൊക്കെ സ്റ്റക്ക് ആയിരുന്നു. അതിനുശേഷം പിന്നെ നേരിട്ട് ട്രെയിനിങ്ങിന് പോയി. സോ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ തിരിച്ച് വന്നിട്ട് മേ ബി ആഫ്റ്റർ ട്രെയിനിങ്, ദാറ്റ്സ് സംവെയർ ഇൻ June, July, I'll come back and then കണ്ണൂർ പോയിട്ടൊക്കെ എല്ലാവരെയും ഒന്ന് കണ്ടൊരു സ്കൂളിലൊക്കെ പോകാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. Thanks to Shafiq especially first and foremost for arranging this. Thank you ma'am. ഞാൻ കുറെ കാലമായി നാട്ടിലെ ആൾക്കാരോട് സംസാരിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു. ബിക്കോസ് എവറിത്തിങ് ദാറ്റ് ഐവ് ഡൺ, ദ ഫണ്ടമെന്റൽസ് ആർ ഫ്രം കണ്ണൂർ. ഞാൻ LKG മുതൽ +2 വരെ കണ്ണൂർ തന്നെ ആയിരുന്നു. ഐ മീൻ സെന്റ് മൈക്കിൾസിലായിരുന്നു. ലോട്ട് ഓഫ് ടീച്ചേഴ്സ് ഹാവ് റിയലി
touched me and really got me through in this. ഞാൻ ആംഗ്ലോഡിയൻ സ്കൂളിലാണ് പഠിച്ചത്. ആ സമയത്ത് അവിടെ ആംഗ്ലോഡിയൻ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് മൈ ഇംഗ്ലീഷ് ഇസ് ഓൾസോ വെരി സ്ട്രോങ്. I owe a lot to Kannur as a district and owe a lot to Kerala. I mean, കേരളത്തിന്റെ ആ ഒരു പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷനിൽ നമുക്ക് തരുന്ന ഫണ്ടമെന്റൽസ് അത് വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കി മുന്നോട്ട് പോകണ്ടെങ്കിൽ തന്നെ ആ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിരിക്കണം. കേരളത്തിൽ അത് നല്ലോണം ഉണ്ട്. ഇപ്പൊ അതിപ്പം ഞാൻ പറഞ്ഞില്ല ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മാത്രമാണ്. ഫൈൻ, ദാറ്റ്സ് വൺ ഫണ്ടമെന്റൽ എവരി വൺ ഹാസ് അക്രോസ് ദ കൺട്രി. ഇന്ത്യയിൽ എല്ലാവർക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അവർക്ക് അറിയാം, അത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തും. പക്ഷെ കേരളത്തിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് ലാംഗ്വേജ് എംഫസിസ് കൊടുക്കും. ഇപ്പൊ മലയാളം ആയാലും ഹിന്ദി ആയാലും, എനിക്ക് ഹിന്ദി സംസാരിക്കുന്ന നല്ലോണം, മലയാളം ആയാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും ആ ലാംഗ്വേജിന്റെ എംഫസിസ് അതൊന്ന്. പിന്നെ രണ്ടാമത് ആർട്സിലെ എംഫസിസ്. Because I was at St. Michael's, they showed me world cinema. Life is Beautiful, I saw it from there. I saw Majidi movies. So I mean, opening you up to things which is outside the country and outside the state itself. Adake Kerala, even Kannur is not a very strong district. Let me be very clear here. No, nammal athra strong onnu alla. South districts are the strong. I mean, culturally, I mean, economically, everything. പക്ഷെ എന്നാൽ കണ്ണൂരിൽ പോലും, കണ്ണൂർ കാസർഗോഡ് റീജിയൻസിൽ പോലും ഇങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാക്കാനും അവിടുന്ന് പോലും ടാലൻസിനെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് കേരളം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ബാക്കി ഏതൊരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും, വേറെ സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ എല്ലാ സക്സസും വരുന്നത് അവിടുത്തെ ക്യാപിറ്റൽസിനായിരിക്കും, അല്ലെ അവിടുത്തെ മേജർ സിറ്റി. ഇപ്പം മധ്യപ്രദേശ് വേറെ വർക്കിംഗ് റൈറ്റ് നൗ, അവിടെ നോക്കിക്കഴിഞ്ഞാലും ഭോപ്പാൽ, ഇൻഡോർ, ഇവിടെ നിന്നാണ് മാക്സിമം സ്റ്റുഡൻസ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ അവിടെ പോയി പഠിച്ചോ അല്ലെങ്കിൽ അവിടെ അതിന്റെ ഒരു വിസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. കേരളം അതുപോലെയല്ല. കേരളം അക്രോസ് ദ സ്റ്റേറ്റ് ആണ്. കാസർഗോഡ് മുതൽ ഈവൻ ട്രിവാൻഡ്രം വരെ എല്ലാ ഡിസ്ട്രിക്റ്റിനും there will be an IAS officer, there will be someone in IIM, there will be someone in NIT, there will be someone in IIT. I've seen them across. അതൊരു വലിയ ഗുണമാണ്. I mean, that's something I really owe to the state, and that's why I'm really happy that I'm talking to people from my state and my district. Thanks a lot. ഞങ്ങൾക്കിത് ഒരു കേൾക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവങ്ങൾ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓരോ കേരളീയരും ശരിക്കും അഭിമാനിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന മക്കളും ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഞങ്ങൾക്ക് കടന്നു വന്ന വഴികൾ ഒരു രാത്രി കൊണ്ട് ആയതായിരിക്കില്ല. ഇവിടെ ഇരിക്കുന്ന കുട്ടികളും ഞാനടക്കം അറിയാൻ ആഗ്രഹിക്കുന്നത് താങ്കളുടെ സ്കൂൾ കാലഘട്ടത്തെ കുറിച്ച് കുറച്ച് പറഞ്ഞു. എന്നാൽ കൂടി ഗ്രാജുവേഷൻ എങ്ങനെയായിരുന്നു, ഇന്ന് ഈ IAS പദവി കൈക്കൊണ്ട ഈ സമയം വരെയുള്ള അങ്ങയുടെ യാത്ര ഒന്ന് ചെറുതായി ഞങ്ങളുടെ കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും സർ. Sure. So if I talk about my childhood, ഞാനിപ്പോ തുടക്കം തൊട്ടേ പറയുകയാണെങ്കിൽ, ഞാൻ കൂടുതലും ഞാൻ തലശ്ശേരി എന്നാണ്. ആക്ച്വലി ഐ എം നോട്ട് എക്സാക്ട്ലി ഫ്രം കണ്ണൂർ. ഞാൻ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിൽ ഒന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിൽ വരാൻ തന്നെ അത്യാവശ്യം പണിയാണ്. ഇറ്റ്സ് അറൌണ്ട് 28 to 30 kilometers if you know. സോ ഞാൻ ആദ്യം LKG മുതൽ ഞാൻ ട്രെയിനിൽ കണ്ണൂരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ അവിടെ ജോലി ചെയ്യുന്നു. സോ മൈ മദർ വർക്ക്ഡ് ഇൻ പോസ്റ്റ് ഓഫീസ് ഇൻ കണ്ണൂർ ആൻഡ് ഷീ ഈസ് ഫ്രം തലശ്ശേരി. സോ ഷീ യൂസ് ടു ടേക്ക് അസ്. മൈ മദർ വാസ് വെരി കീൻ അബൌട്ട് എഡ്യൂക്കേഷൻ. അവര് തീരുമാനിച്ചായിരുന്നു നമ്മൾ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ തന്നെ. സെന്റ് മൈക്കിൾസ് വാസ് പ്രിറ്റി ഫേമസ്. ഈവൻ ടുഡേ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് സ്കൂൾ. സോ അപ്പോ എൻ്റെ അമ്മയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്കൂളിൽ തന്നെ പഠിക്കണം എന്നായിരുന്നു. ബെസ്റ്റ് പോസിബിൾ എഡ്യൂക്കേഷൻ ഷീ കുഡ് ഗിവ് us in the district. സോ നമ്മൾ അമ്മയുടെ അടുത്ത് രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ബസ് പോകും. പിന്നെ അതിനുശേഷം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ബേസിക്കലി തലശ്ശേരി ടു കണ്ണൂർ ആൻഡ് ദെൻ വി ഗെറ്റ് ടു അനദർ ബസ്. ആസ്പത്രി ബസ്സാണ് ബേസിക്കലി വിച്ച് ടേക്സ് യു ടു സെന്റ് മൈക്കിൾസ്. ഇപ്പോൾ കാന്റോൺമെന്റ് ഏരിയയുടെ അടുത്ത് സെന്റ് മൈക്കിൾസ് ആണ്. സോ ദെൻ ഐ ഗെറ്റ് ടു സ്കൂൾ. സോ ഐ മോസ്റ്റ് ഓഫ് ടൈം ലേറ്റ്. And it takes a lot of time to travel. So like one good thing about St. Michael's was all the teachers there, എല്ലാവരും അറിയായിരുന്നു ഞാൻ തലശ്ശേരിയിൽ നിന്ന് വരികയായിരുന്നു. സോ 10 to 15 minutes they'll give me that additional കുഴപ്പമില്ല കുട്ടി വന്നോട്ടെ എന്നുള്ളത്. That's a huge thing. I mean, it really made my life. So basically all my life, like 14 years I travel like this. അപ്പൊ ഞാൻ കുറേയൊക്കെ എന്റെ സമയം ഇതിൽ തന്നെ നഷ്ടപ്പെടുന്നു ഈ ട്രാവലില്. അപ്പൊ ഞാൻ ബസ്സിന്ന് പഠിക്കും, ട്രെയിനിന്ന് പഠിക്കും, ഓട്ടോറിക്ഷനൊക്കെ വായിക്കും, കുഴപ്പമൊന്നുമില്ല. I nurtured myself like this. So 12 years like this. I mean, ഞാൻ ബസ്സിന്ന് എപ്പോഴും വായിച്ചുകൊണ്ടൊക്കെ വരും. ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യാം. ഒരു പ്രശ്നമില്ല, നമുക്ക് ജീവിച്ചു പോകണ്ടേ അല്ലേ. അപ്പൊ പിന്നെ അതൊന്നും ഒരു പ്രശ്നമായിരുന്നു. പിന്നെ 12th വരെ ഞാൻ അവിടെ തന്നെ പഠിച്ചത്. 12th ശേഷം I got into NIT Trichy. അപ്പൊ ഞാൻ ആദ്യം ലൈക്ക് നമ്മളുടെ ഒരു നാട്ടിന്റെ ഒരു പ്രശ്നം ഇതാണ്. ഐ മീൻ ഇറ്റ്സ് എ ഇഷ്യൂ ദാറ്റ് ഇസ് അക്രോസ് ദ കൺട്രി ഓൾസോ. Careers are divided only into two.
ഇപ്പൊ എന്താണെന്ന് ശരിക്കറിയില്ല. ആ സമയത്ത് എഞ്ചിനീയറിംഗും then there was medicine, right? So I'm not interested in much in medicine, so I always took engineering. സോ അപ്പൊ അതിനെ അപ്പൊ ഈ ഒരു ബൈനറി ഡിവിഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് വേറെ കുറിച്ച് നമുക്ക് അറിയില്ല. സോ ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ലൈക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ഈസ് എ ഹ്യൂജ് തിങ്, റൈറ്റ്? നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. ഐ മീൻ വൺസ് യു ഗെറ്റ് ഔട്ട് ഓഫ് കേരള യു വുഡ് അണ്ടർസ്റ്റാൻഡ്. സോ ഐ അണ്ടർസ്റ്റുഡ് എ ലോട്ട് ഓഫ് തിങ്സ് ആഫ്റ്റർ കമ്മിങ് ഔട്ട് ഓഫ് കേരള. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു പറഞ്ഞാല് ഡൽഹി ഇക്കണോമിക്സ്, കോമേഴ്സ്, ഇതൊന്നും ഒരു റിയൽ ഓപ്ഷൻ അല്ല. ഐ മീൻ കേരളത്തിൽ എന്താ അതില്ലാത്ത, അതൊരു പ്രശ്നമാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ. പക്ഷെ ഞാൻ ഇക്കണോമിക്സ് എടുക്കായിരുന്നു അങ്ങനെ എനിക്ക് അറിയുകയാണെങ്കിൽ. പക്ഷെ ഞാൻ ആ സമയത്ത് രണ്ടെണ്ണം എനിക്ക് അറിയും. ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തു. സോ ഐ ഗോട്ട് ടു NIT Trichy. So I wrote AIEEE that time. AIEEE is basically I think even today it's AIEEE. I think there's AIEEE and JEE mains. That's how it works currently. ആ സമയത്ത് IIT ക്ക് വേറെ തന്നെ എക്സാം ആയിരുന്നു. ഫിജി എന്ന് പറഞ്ഞു. ഫിജി അല്ല, സോറി, JEE. ഫിജി is a coaching institute. Anyway, so I got into IIEEE. എനിക്ക് IIT കിട്ടിയില്ലായിരുന്നു. ഞാൻ JEE എഴുതിനായിരുന്നു. So I got into NIT Trichy. So NIT Trichy is the best NIT in the country. So I got into two places. I got into NIT, 2-3 places. NIT Surathkal I got NIT Calicut, I got NIT Trichy. So now it's not just because NIT Trichy is ranked above I went. NIT Calicut is നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ബേസിക്കലി ഞാൻ പുറത്ത് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്റെ ഇംഗ്ലീഷ് ഒക്കെ എനിക്ക് അറിയാം, പക്ഷെ എന്റെ കോൺവെർസേഷണൽ ഇംഗ്ലീഷ് നല്ലതായിരുന്നില്ല. ഐ കുഡന്റ് ടോക്ക് ഇൻ ഇംഗ്ലീഷ്. സെക്കൻഡ്ലി എനിക്ക് ഹിന്ദി അറിയായിരുന്നു, പക്ഷെ എന്റെ കോൺവെർസേഷണൽ ഹിന്ദി അത്ര നല്ലതല്ല. ഇപ്പൊ NITസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് സ്റ്റേറ്റിന്റെ NIT ആണോ 50% ഓഫ് ദ സ്റ്റുഡൻസ് കം ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്. സോ ഇഫ് യു ആർ ഗോയിങ് ടു NIT Calicut 50% വിൽ ബി മലയാളീസ് ആയിരിക്കും. അപ്പൊ അവിടെയാകുമ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കും. സോ ഞാൻ എന്റെ കംഫർട്ട് സോൺ വിട്ടിട്ട്, സോ ദിസ് വാസ് ഞാൻ എടുത്ത തീരുമാനമായിരുന്നു. ജീവിതത്തിൽ എന്റെ ഈ തീരുമാനം കൊണ്ടാണ് ഞാൻ പല സ്ഥലത്ത് എത്തിയത്. ഞാൻ തീരുമാനിച്ചു പറഞ്ഞാൽ എന്റെ കംഫർട്ട് സോൺ വിട്ട് എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഐ ടേക്ക് ഇറ്റ്. I don't care about living in Kerala because I've lived in Kerala for 17 years and I think that's good enough for a place. Not that Kerala is bad or anything. ഞാൻ അതല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് നമ്മൾ ആ സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് നീങ്ങാൻ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വളരില്ല. ഇതാണ് കോർ ഐഡിയ. അപ്പൊ അതുകൊണ്ട് ഞാൻ NIT Calicut എടുക്കാതെ, NIT Calicut വളരെ എടുപ്പായിരുന്നു. ഞാൻ തലശ്ശേരി ടു Calicut is what, 2 hours? Like I could come to home every day. എനിക്ക് എല്ലാ ദിവസവും വേണ്ടി വീട്ടിൽ വന്ന് പോകുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു. അതിലെല്ലാം ലാഭമായിരുന്നു. ഐ മീൻ എളുപ്പമായിരുന്നു. ക്ലൈമറ്റ് ഒരേത്, ഭക്ഷണം ഒരേത്, ഒരു കുഴപ്പമില്ല. നമ്മൾ ജനിച്ച പോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. പക്ഷെ ഞാൻ എടുത്തില്ല. ഇത് എൻ്റെ ഒരു കോൺഷ്യസ് ഡെസിഷൻ ആയിരുന്നു. ഇറ്റ് പെയ്ഡ് ഓഫ്. ഇറ്റ് റിയലി പെയ്ഡ് ഓഫ്. സോ ഞാൻ NIT Trichy പോയി. അവിടെയാണെങ്കിൽ ആകെ 10 മലയാളികളെ ഉണ്ടാവും. ബാക്കി എല്ലാവരും 50% ഫ്രം തമിഴ്നാട്, ബേസിക്കലി ബിക്കോസ് തമിഴ്നാട് NIT. റെസ്റ്റ് വുഡ് ബി പീപ്പിൾ ഫ്രം അക്രോസ് ദ കൺട്രി. അപ്പൊ ഇതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വന്നു. അവിടെ ഞാൻ കുറെ ആൾക്കാരെ കണ്ട് അവരുടെ ഇംഗ്ലീഷ് ഒക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് റിയലി വർക്കിംഗ് ഓൺ മൈ ഇംഗ്ലീഷ് ഫ്രം ദർ. സോ ഇംഗ്ലീഷിന് അത്യാവശ്യം സ്ട്രോങ് ഒക്കെ NIT. ഇൻ ദാറ്റ് 4 years, though I am not a good engineer, I don't consider myself as a good engineer. ഞാൻ എൻ്റെ ആ ഒരു ഡെസിഷൻ, സിൻസ് ആ ഒരു ബൈനറി മാത്രമേ ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തു. പക്ഷെ എനിക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമായിട്ടില്ല. ഇറ്റ് ഡിഡ്ന്റ് ഗോ വെൽ. ബട്ട് സി, ഇത് എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രശ്നം. എഞ്ചിനീയറിംഗ് ഇഷ്ടമായിട്ടില്ല, ദാറ്റ്സ് വൺ തിങ്. പക്ഷെ നിങ്ങളൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം ആവുകയാണെങ്കിൽ, ലൈക്ക് NIT or an IIT, ഇറ്റ് ഹാസ് എ ഹ്യൂജ് ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. ഈവൺ ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ സബ്ജക്ട്, നിങ്ങൾക്ക് ആ സബ്ജക്ട് അത്ര ഇഷ്ടമായിരുന്നെങ്കിൽ പോലും അവിടെ നിങ്ങളുടെ ഒരു പിയർ ഗ്രൂപ്പ് ഡെവലപ്പ് ആവും. അവർ എക്സ്ട്രീംലി കോമ്പറ്റീവ് ആയിരിക്കും ഒന്ന്. അപ്പൊ നിങ്ങൾക്ക് ആ കോമ്പറ്റീഷൻ ആയിട്ട് ജീവിച്ചു പോകേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചേഞ്ച് ചെയ്യും. രണ്ടാമത് നിങ്ങളുടെ എക്സ്പോഷർ ഭയങ്കര കൂടുതലാണ്. അവിടെ പോയിട്ടാണ് ഞാൻ കുറെ സാധനങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. പീപ്പിൾ ഹു ന്യൂ അബൌട്ട് ബുക്സ്, പീപ്പിൾ ഹു ന്യൂ അബൌട്ട് മൂവീസ്, ആൻഡ് പീപ്പിൾ ഹു ന്യൂ അബൌട്ട് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവിടെ ഞാൻ IIM കുറിച്ചൊക്കെ അറിഞ്ഞത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ വലിയ, ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ഇൻ ദ കൺട്രി. മാനേജ്മെന്റ് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് IIM. സോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് അവിടെ പോയിട്ട്, ഇങ്ങനത്തെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ. സോ അവിടെ അതിന് പ്രിപ്പയർ ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ പ്രിയ ഗ്രൂപ്പിലൂടെ മനസ്സിലായി ഇതിന് ശേഷവും നമുക്ക് മുന്നോട്ടേക്ക് പോവാന്നുള്ളത്. ഒരു NITയിൽ എത്തുന്നതിന്റെ ഗുണം അതാണ്. സി, NIT Calicut ഇതേ ഗുണങ്ങളുണ്ട്. പക്ഷെ ഒരു ആദ്യം നമ്മുടെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിപ്പെടുക. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വേറെ I took NIT Trichy, that's all. അപ്പൊ എനിക്ക് 2-3 ഗുണങ്ങളുണ്ട്. ഒന്നാണ് ഒരു പിയർ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യാണ്ട്. അവരിപ്പോഴും ഇന്നും ഉണ്ട്. അവർ ചില ആൾക്കാർ ഇപ്പോഴും IAS ആണ്. That fight really, it's not an unhealthy competition. It's a very healthy competition which is going to drive you and reach you to places where you didn't think ever you could reach. And for that, a very strong peer group is extremely important. I'm not saying peer group, തലശ്ശേരിയിലോ കണ്ണൂരിലോ peer group മോശമൊന്നുമല്ല, ഉണ്ട്. പക്ഷെ അവരൊക്കെ പോയാലും നമ്മളൊരു NIT ലെവലിലെ കോമ്പറ്റീഷൻ ആണ്. അതിന്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ at the end of the day, സത്യം പറയാലോ, ഒരു സിറ്റിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയായിട്ട് കമ്പീറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കണ്ണൂരും തലശ്ശേരി ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും കൂടുതൽ. പക്ഷെ ആ ബുദ്ധിമുട്ട് പെട്ടെന്ന് സഹിച്ച് അത് തരണം ചെയ്യുന്ന നമ്മുടെ ഏറ്റവും വലിയ ഗോൾ. സോ ഐ ഗോട്ട് ടു NIT. ഞാൻ ആ ബുദ്ധിമുട്ട് മൊത്തം തരണം ചെയ്ത് അവിടെ എനിക്ക് മനസ്സിലായി ഇത്രയും പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എൻ്റെ ഒരു വർക്ക് എത്തിക്ക് വെച്ച് ഞാൻ എവിടെ എത്തൂല, ഞാനത് കൂട്ടാൻ തുടങ്ങി. So basically in NIT I got the peer group, I got how to study and lot of exposure, though I did not like my engineering.
സോ എൻ്റെ പ്ലേസ്മെന്റ് അത്ര നന്നായിരുന്നില്ല. സോ ഐ ഗോട്ട് ഇൻ ടു an IT firm, Lilije. So I got into an IT firm, and avidunnu പക്ഷേ I had decided that I wanted MBA because my initial decision was not great. Engineering was not the right decision. So എനിക്ക് അതിനെ കറക്റ്റ് ചെയ്യാം. സി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇടണമെന്ന് എഴുതും. പക്ഷെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കും, അത് ഭയങ്കര കാൽക്കുലേറ്റഡ് സ്റ്റെപ്പ് ആയിരിക്കണം. അത്ര തന്നെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഐ ന്യൂ ഔട്ട് ഓഫ് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ. എന്റെ കുറച്ച് ഫ്രണ്ട്സ് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, വേറെ കുറച്ച് ഫ്രണ്ട്സ് MBA ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. സി നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആണല്ലോ, അപ്പൊ അതൊന്നും നമുക്ക് അത്ര ലിബർട്ടി കുറച്ച് കുറവാണ്. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിൽ പോകുകയാണെങ്കിൽ റിസ്ക് ഭയങ്കര കൂടുതലാണ്. എന്താണ് അതിന്റെ പാസ് പെർസെന്റേജ് വളരെ കുറവാണ്. നിങ്ങൾക്ക് IAS തന്നെ വേണം തന്നെ, അത് ഒരു കൊല്ലത്തിൽ 150 ആൾക്കാരെ ഉണ്ടാവും. ഫൈൻ. ആൻഡ് അത് മാത്രമല്ല, അതിന്റെ സ്റ്റഡീസ് 1 ഇയർ നിങ്ങൾ ജോലിയൊക്കെ വിട്ട് ചെയ്യണം. കുറച്ച് ജോലി വിട്ടാണ് കിട്ടുന്ന ആൾക്കാർ, പക്ഷെ എന്നാലും ഇറ്റ്സ് extremely competitive and seats are very limited. So ഞാൻ അത് എടുക്കാതെ ഞാൻ MBA എടുത്തു. MBA had ഒരു നല്ല MBA കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ യു ഗെറ്റ് എ വെരി ലുക്രേറ്റീവ് ജോബ്. യു ഗെറ്റ് ഇൻ ടു എ ജോബ് വിച്ച് പേസ് യു ഹെവിലി. ഒരു നല്ല ശമ്പളം കിട്ടുന്ന ജോലി. പിന്നെ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യലി സെക്യൂർ ആവണല്ലോ. അപ്പൊ വേറെ നിവൃത്തില്ല. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ CSE എടുക്കാതെ IAS എക്സാം എടുക്കാതെ ഞാൻ MBA ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. സോ MBA preparation is also not very easy. See, നിങ്ങൾക്ക് ഇപ്പോൾ IIM ABC ഒക്കെ പോകണമെങ്കിൽ യു ഗെറ്റ് ടു ഹാവ് 99.99% ഒക്കെ വേണം. സോ ഇറ്റ്സ് എ വെരി കോമ്പറ്റേറ്റീവ് തിങ്. നോട്ട് ദാറ്റ് ഇറ്റ്സ് എനി ലെസ് ദാൻ CSE ഉണ്ട്. CSE ക്ക് ഭയങ്കര ഫൈറ്റ് ആണ്. അതുപോലെ സിവിൽ സർവീസിന്റെ ഫൈറ്റ്. ഐ കം ടു ദാറ്റ് ലേറ്റർ ഓൺ. സോ അറ്റ് ദാറ്റ് പോയിന്റ് ഞാൻ ജോലിയുടെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. കണ്ണൂർ വരുന്ന ആ ഒരു ടൈം മാനേജ്മെന്റ് ഇറ്റ് റിയലി ഹെൽപ്പ്. സോ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എണീക്കും, രാവിലെ കോച്ചിങ്ങിന് പോകും. ലൈക്ക് 5 o'clock I'll wake up, 6 o'clock I'll go for coaching. And then 6 to 8:30 would be coaching. പിന്നെ ഞാൻ 9 മണിക്ക് ഓഫീസിലെത്തും. 9 to 7 I have to be in office, though I did not like that work because it's coding and I'm not good at coding. I know it. Like there are some things you internally ഉള്ളതിനെ തോന്നുന്നു, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എനിക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതാണ്, നിങ്ങൾ വേറൊരു വഴി ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടുത്തെ തന്നെ നിങ്ങൾ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അപ്പൊ ഞാൻ ഒരു കോഡിങ്ങിന്റെ ബേസിക് കോഡിംഗ് ഒക്കെ ചെയ്യും. ആൻഡ് ഐ കം ബാക്ക് റണ്ണിങ് ഹോം. ഞാൻ 7 മണിക്ക് തിരിച്ചെത്തും. 7 മണി മുതൽ 12 മണി 1 മണി വരെ ഞാൻ പഠിക്കും, പിന്നെയും കടന്നു. സോ ഐ ഡിഡ് ഇറ്റ് ഫോർ 6 months. 6 മാസം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തു. So after 6 months, the CAT exam happened, and I knew once you give that exam, you know that it has gone well. And I got calls from everywhere. I got calls from Ahmedabad, Bangalore, Calcutta, and Kozhikode and all. So the best institutes are ABC. IIM Ahmedabad, Bangalore, Calcutta are the best institutes. So ഞാൻ വീണ്ടും I had എനിക്ക് Ahmedabad കിട്ടിയില്ല, Bangalore and Kolkata I got. Calcutta Bangalore രണ്ടും കിട്ടി. See, again the thing was what, again Bangalore would have been easier for me. ബാംഗ്ലൂർ കേരളത്തിന്റെ അടുത്താണ്. അവിടെ നമ്മൾ കുറെ മലയാളികളുണ്ട്. അവിടുത്തെ ഫുഡ് കൾച്ചറൊക്കെ നമ്മളെ പോലെ തന്നെയാണ്. കുറേയൊക്കെ നമ്മൾ കുറെ ഒരു ഇമിഗ്രേഷൻ ഉണ്ട് അവിടെ, മലയാളികൾ കുറെ ഉണ്ട്. എളുപ്പമാണ് നമ്മൾ വീട്ടിലൊക്കെ വരാൻ. കൊൽക്കത്ത ഇസ് ഫാർ അവേ ആൻഡ് ലോട്ട്സ് ഡിഫറെന്റ് ലാംഗ്വേജ് വൈസ്, കൾച്ചർ വൈസ്. ഐ ഡിസൈഡഡ് ടു ഗോ ടു കൊൽക്കത്ത. ഞാൻ NIT ട്രിച്ചി കാലിക്കറ്റ് അതേ ഐ യൂസ് ദ സെയിം ലോജിക്. ഇറ്റ്സ് ബീൻ ദ ലോജിക് ഐ ബീൻ യൂസിങ് ത്രൂ ഔട്ട്. So I went to Calcutta. I am Calcutta. I studied there for 2 years, and that is the most life-changing experience I had, because I am Calcutta exposed me to economics. I was to finance, a lot of HR management. So I really liked it. And the other engineering mistake I really could correct with an MBA, where I really had something in my hand. And like I really like the finance, accounts, and everything, and how to run a company, how companies are run, what you require to be a manager, and how do you manage things, how do you manage resources, how do you manage your how to be, especially to be a leader. It's easy to say for a book leader. No, that's all bullshit. You have to really work and understand the kind of leader you have to become, right? I am Calcutta really helped me to nurture that talent. Especially presentation, full that entire my personality development to a large extent happened in I am Calcutta. And that's why I'm able to speak so fast. They can speak very fast in Hindi, English, and any language, because it is through training. It is nothing else. It's completely through continuous efforts of speaking and talking and presenting and having conversations, arguing, all kinds of things. That really makes you a person. That really makes you something, right? So avidunna pinna Samsung I got a job. It was a very good job. So another thing happened. I met another guy. This is why I'm thinking peer group is so important. So I met another person called Pratik. He's still here. So Pratik, father, avante achan Madhya Pradesh collector aayirunnu. So then he was started talking about how good the administrative services, what are the
എന്താ അതിന്റെ ജോബ് പ്രൊഫൈൽ, എവിടെയൊക്കെയാണ് നിങ്ങൾ എത്തുന്നത്, എന്തൊക്കെ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും, ഇപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, അതിന്റെ ആ ജോബിന്റെ ബ്രെഡ്ത്ത് എന്താ. അച്ഛൻ കളക്ടർ ആക്കണ്ടോ, സോ ഹി സ്റ്റിൽ വർക്കിംഗ്. സോ ഈ ചെക്കിന് നമുക്ക് ഇതൊക്കെ മനസ്സിലായി. സോ ഇവൻ അതിനുശേഷം IAS എഴുതാൻ നിൽക്കുകയായിരുന്നു. സോ ഐ റിയലി ലൈക്ക് ദ ജോബ്. എനിക്ക് ഈ IAS ജോബും അതിന്റെ പ്രൊഫൈലും അതിന്റെ ഒരു ബ്രെഡ്ത്തും, ഇത്രയും എൻട്രി ലെവലിൽ ലീഡർഷിപ്പ് പൊസിഷൻസ് ഇത്രയും പെട്ടെന്ന് തരുന്ന വേറൊരു ജോബ് ഈ കൺട്രിയിൽ ഇല്ല. Let me be very clear. I'm not saying IAS is the best job in the country. പക്ഷേ ഒരു എൻട്രി ലെവലിൽ ഇത്രയും എളുപ്പത്തിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ കിട്ടാൻ വേറൊരു ജോബ് ഈ കൺട്രി ഓഫർ ചെയ്യുന്നില്ല. And I was really like I used to I wanted that. So എനിക്ക് I had loan and all. അപ്പൊ IIM ലൊക്കെ ലോൺ ഒക്കെ എടുത്താൽ പഠിക്കുന്നത്. അപ്പൊ എനിക്ക് ജോലി കിട്ടിയാനൊന്നും പറ്റില്ല. So I joined job. 2 years I worked in the corporate, and I also wanted to know ഒരു കോർപ്പറേറ്റ് എങ്ങനെ ഫംഗ്ഷൻ എന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവും വേണമായിരുന്നു. അതുകൊണ്ട് 2 കൊല്ലം ഞാൻ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ് ചെയ്തു. And that also gave me a lot. ഞാൻ സാംസങ് എന്നൊരു മൾട്ടിനാഷണൽ കോർപ്പറേഷനിലുണ്ടായിരുന്നു. സോ ഒരു നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന്റെ ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ് ഒക്കെ ഡിഫൈൻഡ് ആയിരിക്കും, അതിന്റെ സിസ്റ്റംസ് ഒക്കെ ഇൻ പ്ലേസ് ആയിരിക്കും. അപ്പൊ നമ്മൾ കമ്പനിയുടെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവും. കമ്പനി എങ്ങനെ കമ്പനീസ് ലൈക്ക് എ ബോഡി ഓൺലി, ഇറ്റ്സ് എ ബോഡി ഇൻകോർപ്പറേറ്റഡ്, സോറി. സോ അതിന് ഓർഗൻസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താ ഒരു കമ്പനി. സോ ഓൾ ദാറ്റ് ഇൻഫർമേഷൻ ഐ ഗോട്ട് ഫ്രം സാംസങ്. 2 years into the job, I wanted to quit because my financial status was okay. My sister got married and all things were okay financially. I quit the job. ഇവിടെയാണ് നമ്മൾ പറയുന്നത്. So this is another theory. One theory I told you, to shift from your comfort zones. Another theory I have is that നിങ്ങളുടെ കയ്യിൽ എന്ത് നേടിക്കഴിഞ്ഞാൽ ഞാൻ അതിനൊരു ഇൻഷുറൻസ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഞാനൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നില്ല. ഞാനിപ്പോ IIM കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻഷുറൻസ്. എനിക്കറിയാം ഞാൻ എന്ത് ചെയ്താലും I won't end up in the footpath. I have a MBA from the best college in the country, so I will not end up in footpath. So avidunnu njan quit the job, then I put 1 year in preparation, next year into railways, next year into IAS. Today I am in Madhya Pradesh only. Pratik and a friend inde achan Madhya Pradesh layirunnu, njan ipo Madhya Pradesh la ullathu SDM aite. Ende friend Pratik, he couldn't qualify in 2019, he qualified in 2020. So he will be my junior and he's also coming to Madhya Pradesh cadre. So we both are here again after IIM Calcutta. We decided in IIM Calcutta that we will prepare together, and we did prepare together. ഞാൻ ആ ചെക്കൻ്റെ കൂടെ ഫുൾ പ്രിപ്പറേഷൻ ചെയ്തത്. ഇപ്പൊ കണ്ണൂരും തലശ്ശേരിയും വന്ന് എനിക്കൊരു കോൺടാക്റ്റും ഇല്ല, എനിക്ക് വലിയ അറിയൂല ഇതൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇവന്റെ അച്ഛൻ കളക്ടർ ആയതുകൊണ്ട് ഇവർക്ക് മൊത്തം കോൺടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പ്രിപ്പയർ ചെയ്യുന്ന വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ ആ ചെക്കൻ he got me all this, right? I've prepared from Delhi. So I was preparing with him, though he could not clear at the time I cleared. That's because IAS exam is not as simple as we think. അതൊരു ലക്ക് ഫാക്ടർ ഒക്കെ ഉണ്ട്. ഇറ്റ്സ് എ വീഡ് എക്സാം, വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. ബട്ട് ഇതുകൊണ്ട് ഈ പിയർ ഗ്രൂപ്പ് ഉണ്ട്. സോ ഐ എം ഹിയർ. ഹി വിൽ ബി ജോയിനിങ് ദിസ് ഇയർ. ഹി ഈസ് ഇൻ ലബാസ്ന നൗ. ഹി വിൽ ജോയിൻ ആസ് എ ജൂനിയർ ഹിയർ. ഹി ഓൾസോ ഗോട്ട് ദിസ്. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ ദിസ് ഇസ് മൈ ബ്രീഫ് ഐഡിയ. താങ്ക് യു. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഞങ്ങളൊരു കുറച്ചു കാലം മുമ്പേ ഞങ്ങളൊരു സിനിമ, മലയാളം സിനിമ മാധ്യത്തിൽ എന്ന് പറഞ്ഞൊരു സിനിമയില് ഒരു സെയിം ഒരു അനുഭവങ്ങൾ സാർ പറഞ്ഞതിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം പിയർ ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ്, പിയർ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അതാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം. പിന്നെ സാർ പറഞ്ഞ ഒരു സെന്റൻസ്, ഐ വോണ്ട് ഇത്രയും യും മറ്റേ ഒരുപാട് കാര്യങ്ങൾ നേടി മധ്യപ്രദേശിലെ ആ സുഹൃത്ത് കാരണത്താൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏറ്റവും പ്രചോദനമായി എന്റെ വീട്ടിൽ ഒരുപാട് ഡിഗ്രീസ് നേടിയും നടക്കുക. കലാം സാർ പറയുന്നത് പോലെ ഉറങ്ങാൻ അനുവദിക്കാത്ത സ്വപ്നങ്ങൾ. അടുത്തതായിട്ടൊന്ന് അറിയാനുള്ള ഒരു കാര്യം, എനിക്കല്ല ഇവിടെ കൂടിയിരിക്കുന്ന മക്കൾക്ക്, എനിക്കും അറിയണം. കാരണം ഓരോ ആണ്. Ma'am, your voice is breaking. Maybe if you can come towards the computer, it would be nice. നിങ്ങളുടെ voice break ചെയ്യുന്നുണ്ട് കുറച്ച്. Sorry. Can you hear me, sir? Can you hear me? Now it's okay. Now it's okay, ma'am. Now it's okay. Yeah. ഓക്കെ സർ, ഇവിടെ ഇരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒരുപാട് കലാ കായിക രംഗങ്ങളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവർക്കുണ്ടല്ലോ ഒരുമിച്ച്, അതായത് കരിക്കുലറും അക്കാഡമിക്കും എക്സ്ട്രാ കരിക്കുലറും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവരൊക്കെ. സംസാരിച്ചു. Can you hear me, sir? Can you? Yes. എക്സ്ട്രാ കരിക്കുലർ എങ്ങനെയാണ് സാർ ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുപോയത്? അതൊന്ന് സംസാരിച്ചാൽ നല്ലതായിരുന്നു സർ.
See, ഞാൻ ഒരു കാവിയേറ്റ് ആദ്യം ഇടാം കേട്ടോ. It's a warning kind of a thing. This is because we belong to a society that is hell bent on exams and we belong to middle class. Fine. അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ പറയുന്നില്ല, ഐ വിൽ ടോക്ക് അബൌട്ട് എക്സ്ട്രാ കരിക്കുലർ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എവിടെയെങ്കിലും എത്തണ്ടെങ്കിൽ ഫൈൻ, ലൈക്ക് ഇഫ് യു ഹാവ് ടു ക്രാക്ക് റിയൽ എക്സാംസ് ഇൻ ദിസ് കൺട്രി, വാട്ട് ആർ ദ റിയൽ എക്സാം, ഇറ്റ്സ് സാഡ്. ഇതൊരു ശോകം, ഇതൊരു ദുഃഖമാണ്. എന്താ പറഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ എക്സാം എഴുതിയ ആൾക്കാർക്ക് മാത്രമാണ് കുറെ ആൾ റെസ്പെക്ട് കൊടുക്കുന്നത്. അത് ദാറ്റ്സ് ബുൾഷിറ്റ്, ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഇപ്പൊ PhD എടുത്ത ആൾക്കാരുണ്ട്. There are all kinds of people. There are people who are doing research and stuff. അവിടെയൊക്കെ അവർക്കാണ് ശരിക്കും, I mean, they should be equally respected. ഈ ഒരു സൊസൈറ്റിയുടെ ഏറ്റവും പ്രശ്നം എക്സാം ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് വൻ സംഭവം. ഫൈൻ, that's an issue that we can tackle later on. പക്ഷെ നമ്മളിപ്പോൾ നമ്മൾ ജീവിതത്തിൽ തീരുമാനിക്കുകയാണ് നമുക്ക് ഈ എക്സാം ഒക്കെ എഴുതി ഇവിടെയൊക്കെ എത്തണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് സാക്രിഫൈസ് ആവശ്യമാണ്. നമ്മൾ എന്ത് വലിയ എക്സ്ട്രാ കരിക്കുലർ ആണെങ്കിലും, if you have decided that you are going to go ahead for exams, you will have to balance your extracurricular, right? But you 10th vareke mean extracurricular is fine. I think you should really put an effort in getting a sport. I am bad at sport. I mean, I go to gym, so that's my physical activity, and then one or two arts. I mean, I am okay. And for me, photography is the art. I write also, right? I click good pictures. Take pictures, and then I can write also. There are two things I do. So whenever I'm closer to an exam, I shut down all extracurriculars. I shut down everything, because in India exams are a complete pain. വലിയൊരു പ്രശ്നമാണ് എക്സാം. അതൊന്ന് ക്ലിയർ ആയി കിട്ടാനും പണി. എന്താ, കോമ്പറ്റീഷൻ ഇസ് അക്യൂട്ട്. അത്രയും. പക്ഷെ ഇപ്പൊ നമ്മുടെ പ്രശ്നം ഓൺലൈൻ എഡ്യൂക്കേഷനും കൂടെ വന്നുകൊണ്ട് എഡ്യൂക്കേഷന്റെ ആക്സബിലിറ്റി നല്ലോണം കൂടിയിട്ടുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഐ ഡോണ്ട് സേ ഇറ്റ്സ് നോട്ട് ബാഡ്. പക്ഷെ എന്ത് എഡ്യൂക്കേഷന്റെ ആക്സബിലിറ്റിയാണ് കൂടുതൽ? നമ്മൾ കോച്ചിങ് മാത്രമേ നോക്കുള്ളൂ. കേരളം പോലത്തെ സംസ്ഥാനങ്ങളിൽ മാത്രമേ നമ്മൾ ലാംഗ്വേജോ ആർട്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളൂ. അതൊരു വളരെ നല്ല കാര്യമാണ്. അതൊരു ഡെവലപ്പ് സൊസൈറ്റിയുടെ ഒരു ഇൻസിഗ്നിയാണ്, അതൊരു അടയാളമാണ് ഒരു ഡെവലപ്പ് സൊസൈറ്റിയുടെ. പക്ഷെ പ്രശ്നം എന്താ, നമ്മൾ എഴുതുന്ന എല്ലാ എക്സാമും ഓൾ ഇന്ത്യ ലെവലാണ് അല്ലേ? നമ്മുടെ എല്ലാ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓൾ ഇന്ത്യ ലെവലാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മോശം പറഞ്ഞില്ല, ബട്ട് യു വോണ്ട് റീച്ച് the places you want to reach. I'm sorry, but that's true. Kerala as a state has not developed higher educational institutions. We are very good at primary, but when you look at our higher educational institutions, like Delhi University is one huge institution where economics is there, which is a good place to be. Stephens, Miranda, a lot of economic institutes, Delhi School of Economics. That has not happened in Kerala. I don't know why that is. Because because you are an officer now, you're from the government side, you're thinking about what is wrong with your state and what is right with your state, right? ഒരു വലിയ പ്രശ്നമാണ് നമ്മളുടെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രോങ് അല്ല. നമ്മളുടെ ഹയർ സ്റ്റേറ്റ് നമുക്ക് എവിടെയെങ്കിലും സ്ട്രോങ് ആയി നമ്മൾ നല്ലൊരു പിയോ ഗ്രൂപ്പ് എപ്പോൾ കിട്ടും, നമ്മൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ കോമ്പറ്റീഷൻ ആണെങ്കിൽ യു വിൽ ഹാവ് ടു ഷട്ട് അതർ തിങ്സ്. Because you are looking at people in Bihar, in Haryana, in Delhi, in UP who don't go to schools. അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. അവർ വീട്ടിൽ നിന്ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് മാത്രം പഠിച്ച് അത് മാത്രം ടിക്ക് ചെയ്ത് ത്രൂ ആവും. എക്സാമിന് എന്താ വേണ്ടത്? എക്സാം ഇസ് എൻ ഒബ്ജക്റ്റീവ് എക്സാം. ഇവിടെ നിങ്ങളുടെ ഇന്റർവ്യൂ ഒന്നുമില്ല. ആദ്യത്തെ ലെവൽ എക്സാം ഉണ്ടല്ലോ, നമ്മുടെ IIT ആയാലും NIT ആയാലും, അതിലേക്ക് എവിടെ ഇന്റർവ്യൂ ഉള്ളത്? ഈവൻ ഇന്റർവ്യൂ ഉള്ള സ്ഥലത്ത് പോലും നമ്മൾ റിട്ടേൺ എക്സാമിന്റെ വെയിറ്റേജ് ഭയങ്കര കൂടുതലാണ്. ഇന്റർവ്യൂനൊന്നും അധികവും നിങ്ങളെ പുഷ് ചെയ്യാൻ പറ്റില്ല. അൺലെസ് യു സ്കോർ റിയലി ഗുഡ് ഇൻ റിട്ടേൺ എക്സാം, യു വിൽ നോട്ട് ഗെറ്റ് ത്രൂ. അപ്പൊ അവിടെയൊക്കെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സാംസിന് വേണ്ടി മാത്രമുള്ള എഡ്യൂക്കേഷനാണ്, വിച്ച് ഇസ് സാഡ്. ഇറ്റ് ഇസ് പെഡസ്ട്രിയൻ ആൻഡ് ഇറ്റ് ഇസ് റിഡക്ഷനിസ്റ്റ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ബിൽഡ് പേഴ്സണാലിറ്റി, which is true. നമ്മളുടെ കേരളത്തിൽ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇസ് സോ ഇമ്പോർട്ടന്റ്. അതായത് ഇപ്പോൾ ഒരു IAS ഒക്കെ ആയിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഓഫീസേഴ്സ്, സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച്, ഐ എം നോട്ട് സെയിങ് കേരള ഓൾസോ, ഈവൻ തമിഴ്നാട് ഇസ് ഗുഡ് or Karnataka is good. South Indian officers, they perform better after getting into IAS because they know they have the ethics, they have the character, and they have the required amount of, what do you say, the humility. ഒരു ഹ്യൂമിലിറ്റി ഒരു ഭയങ്കര ഒരു ആസ്പെക്ട് ആണ്. ഇവിടെയൊക്കെ IAS ഓഫീസറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമിലിറ്റി ഇല്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നം ഒരു കാഡർ IAS ഓഫീസേഴ്സിന് പല സ്ഥലത്തും പറയാവുന്നതാണ്. പക്ഷേ സൗത്ത് ഇന്ത്യൻ ഓഫീസേഴ്സ് എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കണ്ടാൽ തന്നെ അവര് ദേ ആർ മോർ ഹംബിൾ. അവരെല്ലാവരോടും സംസാരിക്കും, എവിടെ അവരിയ്ക്കും, തഹസിൽദാരോട് ഇരുന്ന് സംസാരിക്കും, പട്വാരോട് ഇരുന്ന് സംസാരിക്കും, ഡ്രൈവറോട് സംസാരിക്കും. ഐ മീൻ ഐ എം നോട്ട് ജനറലൈസിങ് ഹിയർ, പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നോർത്തിലെ ഓഫീസേഴ്സ് കുറച്ചും കൂടെ
ഹൈ അപ്പ് ആണ്, അവരുടെ സോഷ്യൽ കണ്ടീഷൻ ആണ്, ഫൈൻ. പക്ഷെ നമുക്ക് ഇങ്ങനത്തേക്ക് ഒരു ഹ്യൂജ് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? നമ്മൾ എക്സാം ആദ്യം ക്ലിയർ ആവണ്ടേ. പേഴ്സണാലിറ്റി മാത്രം ഡെവലപ്പ് ചെയ്തിരുന്നിട്ട് പിന്നെ എക്സാം ക്ലിയർ ആയിട്ടില്ലേ ആ പേഴ്സണാലിറ്റിയുടെ ബെസ്റ്റ് യൂസ് നമുക്ക് കിട്ടില്ല. So that's what I'm saying. At some point, you will have to decide that I have to shut XYZ and concentrate on this particular exam and get through, then open all the XYZs. Like, I did not invest in photography. In 2 years, I was preparing. It is a very difficult thing for me because I really like photography. So 2 കൊല്ലം ഞാനൊന്നും ചെയ്തില്ല. ബേസിക് ഒന്നും ക്ലിക്ക് ചെയ്തിടുക എന്നല്ലാതെ. അതിനുശേഷം മെയിൻസ് എഴുതി കഴിഞ്ഞ ശേഷം I opened it again. And once you get into IAS, the amount of photography I can do is immense because I have access. എനിക്ക് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു സിവിലിയന് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എനിക്ക് ആക്സസ് ഉണ്ട്, എനിക്ക് സപ്പോർട്ട് ഉണ്ട്. I mean, lot of people would be ready to give me pictures because portrait photography and all. I mean, I'm just giving an example here. Street photography ലൊക്കെ നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരും. ഇപ്പൊ ഞാനൊരു SDM ആണ്, ഞാൻ കളക്ടർ ആണെന്നൊക്കെ പറഞ്ഞു, അവർ തന്നെ മുന്നോട്ട് വരും. So you can get much more pictures. That's what I'm saying. In places, if you have to reach a particular place XYZ, which are extremely contested in this society or in this country, you will have to shut down your extracurriculars for a while, completely concentrate on the exam, not broadening your sphere. അതൊക്കെ നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനിലും 10th വരെയും നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ വലിയ എക്യുപ്ഡ് അവർക്ക് തന്നിട്ടുണ്ടാവും. നമുക്ക് നമ്മളത് അടക്കണം, നമ്മൾ അടച്ചേ മതിയാവും. എന്താണ് നമ്മൾ ബീഹാറിലുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സോട് മാത്രമാണ് പൊരുന്നത്. അവർക്ക് വേറൊരു കുഴപ്പമില്ല, അവർ ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, അവർ ത്രൂ ആവും, അവർക്ക് നല്ലതായിട്ട് നമ്മളെ സ്കോർ ഉണ്ടാവും. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മാത്രം ആവുക, അതൊക്കെ അടച്ചു വെക്കുക. എന്നിട്ട് ത്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ജോബിൽ വിൽ എക്സൽ മോർ ദാൻ എനി വൺ. വൈ? ബിക്കോസ് ആ പേഴ്സണാലിറ്റി ഈസ് ഓൾറെഡി ഡെവലപ്പ്. അവരൊക്കെ ജോബിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവില്ല. I'm not generalizing. There are very good North Indian officers also, but there, if you look at the broader thing, South has a personality. We are humble. We can talk more. We present ourselves more. We know our vision is bigger. But for end of the day, you have to clear the exam to execute that vision. So become that PCM guy when you are close to exams, and then broaden them. It's like a breathing, okay? You breathe in and breathe out. This thing has to happen. When the exam is there, you breathe out and empty yourself. Then you breathe in once it's done. I have done 3 exams, IEEE, CAT, and twice. I've done CSE twice. I cleared it twice. Now railway undairunnu pinne ezhuthi. All this time, I did this only, breathe in, breathe out. I'll watch a lot of cinema once the exam is done, but till the exam is done, I'm extremely disciplined and I do what has to be done. If even it's the most boring thing, I do it. That's what I have to say. Thank you. Sir, ഒരു വണ്ടർഫുൾ ആയ ഒരു ഐഡിയ ഞാൻ കേട്ടു. കാരണം എക്സ്ട്രാ കരിക്കുലർ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് എന്ന് എല്ലാവരും പറയും. എല്ലാ എഡ്യൂക്കേഷണലിസ്റ്റും സംസാരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ആ ഒരു കരിക്കുലർ ആക്ടിവിറ്റീസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അവരെ നെട്ടോട്ടം ഓടുകയാണ് ശരിക്കും പറഞ്ഞാൽ. മീൻസ് ദേ ആർ റണ്ണിങ് ബിഹൈൻഡ് ദ ചിൽഡ്രൻ ടു ടീച്ച് ഡിഫറെന്റ് തിങ്സ്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് തീർച്ചയായും താങ്ക് യു സർ ഫോർ യുവർ വണ്ടർഫുൾ ഐഡിയ. ഒരു ബോക്സിൽ വന്നിട്ടുണ്ട് സർ, ഞാൻ അതൊന്ന് വായിക്കാം. പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് which exam should be cleared to get into it, career opportunities, years to come, fee structure, and about ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. Can I repeat? Ma'am, your voice keeps breaking. I'm not sure what I couldn't hear the question properly. Is it there on the chat box? I can read it. Sir, please explain about NIT. Okay, NIT. Which exam should be cleared into it? Then career cool. Syllabus, years to complete, fee structure, and about colleges and all. Okay. See, you're asking about engineering basically. NIT is an engineering thing. Fine. If you're asking about NIT, I think it's a question about NITs. So see, for engineering, the core exam and all the exam is IEEE. Now the structure is, I think, IEEE and JEE also, JEE mains. So there are 2 kinds of very good colleges. One is IITs. The major IITs are the best, like IIT Delhi, IIT Bombay, IIT Kharagpur, IIT Kanpur, IIT Guwahati is also fine, and IIT BHU is also fine. These are the best colleges. IITs are a breed in itself, right? NITs are second level. They're not as good as IITs. I would definitely agree.
But even NITs, there are very good NIT colleges, which is NIT Trichy, NIT Surathkal, NIT Calicut, and NIT Warangal. The South Indian NITs are supposed to be the best NITs in the entire country, right? So AIEEE, you give it after +2, which is basically, I think now also it's entirely objective examination. The competition is steep. Initially, you give IIEEE, the objective exam, which would make you qualify for all the NITs. But if you have to go into IIT, I think there is something called JEE mains. You have to see the structure because it has changed. I gave NIT way ahead, no? So JEE mains and other it's subjective exam. That is for IITs. AIEEE is a preliminary exam for IITs, but it is the main exam for NITs. നിങ്ങൾ AIEEE നല്ലോണം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IIT എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് NITസിലെ എൻട്രി ഉണ്ടാവും. ഐ മീൻ ബേസിക്കലി നിങ്ങൾ IIT ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ AIEEE സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് NITs എൻട്രി ചെയ്യാം. സോ NITs, I tell you, Trichy, Surathkal, Calicut and Warangal as the best. IITs, if you go, I think Delhi, Bombay ranks the best because it's in a city also. See, എപ്പോഴും നിങ്ങൾ ചിന്തിക്കണോ, ഏതെങ്കിലും ഒരു കോളേജ് അത്ര റാങ്ക് ഹൈ അല്ലെങ്കിൽ ഒരു സിറ്റിയിലാണെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. സിറ്റി ഈസ് വാട്ട് ഐ എം സേയിങ്. കൊൽക്കത്ത, മദ്രാസ്, കാൽക്കട്ട, മദ്രാസ്, ബോംബെ ആൻഡ് ഡൽഹി, ദേ ആർ സിറ്റീസ്. ബാക്കിയൊക്കെ ദേ ആർ ഓക്കെ ഓൺലി. അവിടെയൊക്കെ കോളേജസ് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ്. എന്താ പറഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ നല്ലോണം പറ്റും. അവിടെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടും. പിന്നെ നിങ്ങൾക്ക് അടുത്ത് എന്തെങ്കിലും പ്രിപ്പയർ, ബേസിക്കലി 5 years in ചെന്നൈ, ഞാനിപ്പോൾ IIT ചെന്നൈ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് IIMന്റെ കോച്ചിങ് ഒക്കെ വളരെ എളുപ്പത്തിൽ കിട്ടും. എന്താണ് ആ സിറ്റി തന്നെ ഉണ്ടാവും ഇഷ്ടംപോലെ പിള്ളേരും അതൊക്കെ. അപ്പോൾ ഒരു സിറ്റിയിൽ കോളേജ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. So that's how it works. So NITs are basically this. After +2, it's a 4-year course, basically engineering. Fee structure at correct area, I think it is. And see, ഒരു നല്ല കോളേജ് എത്തിക്കഴിഞ്ഞാൽ banks will anyway give you loans. Then you can pay it back also. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ you will be hired by good firms. അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ ആ ഫൈറ്റ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ആദ്യത്തെ ഈ എക്സാമിൽ ഫൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെയുള്ള 4 കൊല്ലം വലിയ പണി ഉണ്ടാവില്ല. അഥവാ നമ്മൾ എക്സാമിൽ ഫൈറ്റ് ഇട്ടാതെ ഒരു ഓക്കെ കോളേജ് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നം, ആ കോളേജിന് വൻ ഫൈറ്റ് ആയിരിക്കും ഒരു നല്ല കമ്പനി കിട്ടാൻ. എന്തായാലും കുറച്ച് നല്ല കമ്പനികൾ വരും, അതിൽ കുറെ കോമ്പറ്റീഷൻ ഉണ്ടാവും. ഒരു നല്ല കോളേജിൽ കുറെ നല്ല കമ്പനി വരും, അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറെ കൂടി ഡയല്യൂട്ടഡ് ആയിരിക്കും. That's something I want to say. So put the fight immediately when you are in +2. Put that fight and get into a good college. Then things are easier. Not that exams get easier, but your peer group is built. You are built. You know, exam cracking is a method. It's not an art. It's a method. It's a method that has to be learnt. It's a particular machinistic, boring, random thing. Not random, I mean routine thing. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെ അനലൈസ് ചെയ്യണം, അതിന്റെ സിലബസ് എങ്ങനെ അനലൈസ് ചെയ്യണം, അതൊക്കെ പഠിച്ചു വെച്ച് എക്സാം എങ്ങനെ മനസ്സിലാക്കി എഴുതി, അത്ര തന്നെ. ഇതിലിപ്പോ ഒരു ഇന്റലിജൻസും വേണ്ട. IASന്റെ എക്സാം ക്ലിയർ ചെയ്യുമ്പോഴും ഇന്റലിജൻസിന്റെ വളരെ കുറച്ച് ആവശ്യമേ ഉള്ളൂ. അതൊരു പെർട്ടിക്കുലർ മെത്തേഡാണ്. നിങ്ങൾ അത് കുറച്ചൊരു സ്ലേവ് മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ നല്ലോണം ഒന്ന് അതിനെ നോക്കി കുറച്ച് സ്ട്രാറ്റജൈസ് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. അല്ലാതെ അതിൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സാധനമില്ല. എക്സാം ക്ലിയറിംഗ് ഇസ് എ വെരി പെഡസ്ട്രിയൻ തിങ്. പക്ഷെ അതിന്റെ ഒരു ആർട്ട് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ എക്സാമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കണം. അത്രയേ ഉള്ളൂ. ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു സേ. യാ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക, നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യണം. സർ, എന്റെ അടുത്തൊരു ചോദ്യം, ശരിക്കും പറഞ്ഞാൽ ഏതൊരു ജോലിക്കും അതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് രാമനും രാവണനും ഒക്കെ ആവശ്യമാണ് ശരിക്കും പറഞ്ഞാല്. കാരണം നന്മ തിന്മകളെ രണ്ടുപേരെയും നമുക്ക് ആവശ്യമാണ് ശരിക്ക്. ഇവിടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും, ഐ മീൻ നെഗറ്റീവ് അങ്ങനെയല്ല, ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് കുട്ടികളെ അറിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് ഒരുപാട് ആത്മഹത്യകളും മാനസിക ശാരീരിക സ്ട്രെസ്സും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. താങ്കളുടെ ജോലിയിലുള്ള സ്ട്രെസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് വിവരിച്ചാൽ നല്ലതായിരുന്നു സർ. This is a very good question. See, and since it goes into the mental health also, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, സ്ട്രെസ്, ജോലിയുടെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, see, how will I explain this? See, ഇപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ജോലിയിലെ സ്ട്രെസ് താങ്ങാൻ പറ്റാത്തത്? എന്താ പറഞ്ഞാൽ, ഒന്ന് നമ്മൾ സ്ട്രെസ് കുറച്ചായി ജീവിതത്തിൽ എടുത്തോണ്ടിരിക്കണം. ഒറ്റയടിക്ക് സ്ട്രെസ് എടുത്താൽ എല്ലാം തീരും.
അത് ഏറ്റവും വലിയ പ്രശ്നം. അതപ്പോ ചില ആൾക്കാർ, സോ ദാറ്റ് ഇസ് വൈ ഐ എം അഗെയിൻ സേയിങ്, നമ്മളിപ്പോ ആദ്യത്തെ ഈ ഒരു എക്സാമിനൊക്കെ നമ്മൾ സ്ട്രെസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വിൽ ബി ഓക്കെ വിത്ത് സ്ട്രെസ്, വി അണ്ടർസ്റ്റാൻഡ് സ്ട്രെസ്, വിൽ ബി ഓക്കെ വിത്ത് സ്ട്രെസ്. നമ്മൾ ആദ്യം തന്നെ, ഇപ്പൊ ഞാനിപ്പോ ആദ്യം തന്നെ AIEEE വേണ്ടി പഠിച്ചു, സ്ട്രെസ് ഉണ്ട്, എന്താ പറയുക നാളെ എക്സാം ആണ്, ഇതൊക്കെ പഠിക്കാണ്ട് ഇത് പഠിച്ചത് പഠിക്കുന്നത്, സോ വി ഫംബിൾ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചായിട്ട്, ഐ മീൻ ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് വാക്സിൻ, നോ, vaccine is nothing but you are injecting the virus into you earlier itself so that when the real virus comes you can fight it. Same thing. കുറച്ച് സ്ട്രെസ് നമ്മൾ ആദ്യം എടുത്തു തുടങ്ങി. ഇത് ഒരു സ്ട്രെസ് കൊടുക്കാതെ പെട്ടെന്ന് വലിയ സ്ട്രെസ്സുള്ള ജോലി എടുത്താൽ പണി കിട്ടും. അതൊന്ന്. പിന്നെ രണ്ട്, പാരന്റ്സ് ഹാവ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഓഫ് മേക്കിംഗ് തിങ്സ് ഈസിയർ ഫോർ ചിൽഡ്രൻ. The saddest part is middle class parents are a huge issue. Middle class parents are a huge issue. It's true. Like even my parents were an issue. Because അവർക്ക് എന്താന്ന് ഒരു ഐഡിയ ഇല്ല. അവർ ബേസിക്കലി എന്താ പറഞ്ഞാൽ, ഐ മീൻ നോട്ട് സെയിങ് ജനറലൈസിങ്, ബട്ട് ദിസ് ഇഷ്യൂ എക്സിസ്റ്റ്. കുറെ പാരന്റ്സ് ഒക്കെ പറഞ്ഞാലോ ഈ എക്സാം വരുന്നുണ്ട് ആൻഡ് ദെൻ യു കീപ് ഓൺ സ്ട്രെസിങ് ദ കിഡ്, ഈ എക്സാം മാർക്ക് വന്നില്ല, ഇവിടെ എന്താ വരാത്തത്, ഞാൻ ട്യൂഷനൊക്കെ അയക്കുണ്ടല്ലോ, ട്യൂഷൻ അയച്ചിട്ടൊന്നും എനിക്ക് മാർക്ക് വരാത്തത്. ദെൻ യു സിറ്റ് ആൻഡ് ടോക്ക് ടു ദ കിഡ്. What these self-righteous parents do is, അവർ ഇരുന്നിട്ടോ ഞാൻ ട്യൂഷൻ അയക്കുന്നുണ്ട്, ഞാൻ പൈസ മുടക്കുന്നുണ്ട് അവിടെ, എന്നിട്ട് നീ പഠിക്കുന്നില്ല, നിനക്കൊന്നും അറിയില്ല. You just destroy the confidence of the kid. Please, you have to shut up. Like really, ഇവിടെ parental education is extremely important. One of the reasons why your kid cannot take stress, why is എന്താ നിങ്ങളുടെ കുട്ടിക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ, എന്താ നിങ്ങളുടെ കുട്ടിക്ക് മെന്റൽ ബ്രേക്ക്ഡൗൺ പെട്ടെന്ന്, അതിന്റെ കാരണം നിങ്ങളാണ്. ഇറ്റ്സ് ട്രൂ, ബിക്കോസ് യു ഹാവൻ ബിൽഡ് ദാറ്റ് കിഡ് ഫോർ സ്ട്രെസ്. നിങ്ങളാണെങ്കിൽ തോൽവിയെ നിങ്ങൾ നോർമലൈസ് ചെയ്യില്ല. നിങ്ങൾ തോറ്റല്ലോ, ഇനി എന്തിപ്പോ എന്താ, നീ എവിടെ എത്തിയില്ലല്ലോ, നിന്റെ റാങ്ക് ഇത്രയല്ലേ, നിന്നെ കൊണ്ടൊക്കെ എന്താവനാ, നിന്നെക്കാട്ടും മെച്ചം ഞാൻ വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ, നീ അല്ലേ ഇവിടെ കഞ്ഞി എന്തെങ്കിലും. I mean come on, get out of that discourse. I mean also think about, this is really think about parents. Fine, നിങ്ങൾ വൻ സംഭവം, പാരന്റ്സിന്റെ ഒരു അച്ചീവ്മെന്റ് ലെവൽ ഉണ്ടല്ലോ, അതിനെക്കാട്ടും കുറച്ച് കൂടുതൽ പിള്ളേർ പോകണം, അത്രയാന്നല്ലോ പ്രശ്നം ഇവിടെ. പക്ഷെ എന്ന് വെച്ച് നമ്മൾ അവർക്ക് അങ്ങേയറ്റം സ്ട്രെസ് കൊടുക്കാതിരിക്കുക, നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഹൗ എക്സാക്ട്ലി വി ക്യാൻ മാനേജ് സ്ട്രെസ്. വൺ, പിന്നെ ജനറലി പിള്ളേരോട് സംസാരിക്കുന്നതിനെ കുറിച്ച് പാരന്റ്സിന് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ stress, another issue why stress comes up, why stress comes up in your job is because we haven't planned for it. നമ്മളുടെ ഇൻഡിവിജ്വൽ ഇഷ്യൂ ആണ് അത്. ഒന്നൊരു പാരന്റ്സ് ഇഷ്യൂ ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഇഷ്യൂ, എന്തുകൊണ്ടാണ് നമുക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? സ്ട്രെസ്സിന് നമ്മളത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എങ്ങനെയാണ്? നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ജോലി ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഇവിടെ നമ്മളുടെ ഡെലിവറബിൾസ് ആണ്, ഇതാ നമ്മളുടെ ഔട്ട്പുട്ട്, ഇന്ന് നമ്മൾ കൊടുക്കണം, ഇതാ നിന്റെ ഡെഡ് ലൈൻ. അതിനൊരു പ്രീ പ്ലാനിങ് കൊടുക്കാതെ നിങ്ങൾ കുറെ കാലം യു ഡിഡ്ന്റ് ഡു മച്ച്, യു ഡിഡ്ന്റ് പ്ലാൻ ഫോർ ഇറ്റ്, യു ഡിഡ്ന്റ് ടൈം ടേബിൾ ഇറ്റ്. ഇൻ ദി എൻഡ് ദെർ വിൽ ബി ഹ്യൂജ് സ്ട്രെസ് വിച്ച് യു കാൻറ്റ് ഹാൻഡിൽ. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വർക്കിനെ നമുക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന് ഡെഡ് ലൈൻസ് നമ്മൾ ഇന്റേണൽ കൊടുത്ത് തീർക്കണം. That comes with experience. Once you get into a job, you'll understand. ഇതാണ് നമ്മളുടെ A job. It can be subcategorized into A1, A2, A3, A4 small parts. Putting that into an Excel sheet, this is what management does. So നമ്മളുടെ ആ ജോബിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന് ഡെഡ് ലൈൻസ് കൊടുത്ത സ്ട്രെസ് is not very difficult to deal with. That's what I would say. So two things I'll summarize. One, taking stress slowly and gradually in your life, so you'll be okay with stress. Even when there is a sudden emergency, you will know how to react. That comes with experience and that has to be trained. Second, also to reduce stress, you program your entire thing, systemize your entire work. That's it. Yeah, Shafiq, I can see you. Hi. Hi Vivek. Actually, just one thing. I think you have covered almost everything, and from your career path as well as till this mental stress also we are discussing. So it has been a very fruitful session. Just one request that can you discuss more about civil service, like Sure. And how how at different steps how you felt and what decisions you took. Yeah, sure. Thank you. Sure. So I'll tune this thing to civil service, particularly how I prepared and what exactly did I do. Right? So one thing I want to tell you, I am from Talcherry only. I am from Kannur only. So and the basics ഒക്കെ അവിടെ തന്നെയാണ്. അല്ലാണ്ട് ഞാൻ പെട്ടെന്നൊന്നും എനിക്ക് ആദ്യം സിവിൽ സർവീസിനെ കുറിച്ച് ഒന്നും അറിയൂല. So I was at your level when I started preparation to an extent. Fine? Yeah, Labasna also. Labasna Shafiq would share. So Shafiq knows everything about Labasna. Yeah. Anyways, so ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ again ഞാൻ പറഞ്ഞ ആ ഒരു എക്സാമിനെ നമ്മൾ അറിയണം. Fine? Exam അറിയണം. So this is what I'm saying, the postmortem of an exam.
നമ്മൾ എങ്ങനെ എക്സാമിനെ അറിയുന്നത്? 2 കാര്യങ്ങളെ അതിലുള്ളൂ. അവിടെ ഇവിടെ ഓടാതിരിക്കുക. ആദ്യം ഈ 2 കാര്യങ്ങൾ ശരിക്കും അറിയാം. സിലബസ് എന്താണ്, സെക്കൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്. ഇത് രണ്ടും വെച്ച് മാത്രം തുടങ്ങുക. നമ്മൾ എന്താ ചെയ്യുന്ന വിൽ ജസ്റ്റ് ഗോ ഫോർ കോച്ചിങ്, ദേ ആർ ടീച്ചിങ് ദിസ്, ദേ ആർ ടീച്ചിങ് ദാറ്റ്, ദിസ് ഇസ് റിക്വയർഡ്, ദാറ്റ് ഇസ് റിക്വയർഡ്. യു ഹാവ് നെവർ സീൻ ദ സിലബസ്, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടില്ല. ദിസ് ഇസ് നോട്ട് റിസർച്ച്, ദിസ് ഇസ് എ വെരി പെഡസ്ട്രിയൻ മെഡിയോക്കർ മെത്തേഡ്. സത്യമാണത്. ഇതൊരു വളരെ ഇംപവറിഷ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ്. നിങ്ങൾ ഇത് എക്സാമിന് പഠിച്ചുകൊണ്ട് നിങ്ങൾ എഡ്യൂക്കേറ്റ് ആവുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് അറിയൂ. ഫൈൻ, അത് സത്യമാണ്. പക്ഷെ അത് ക്ലിയർ ചെയ്യാൻ അറിയണം. അതൊരു മെത്തേഡാണ്. ആ മെത്തേഡ് പഠിക്കണം. അതെന്താ ആദ്യം ചെയ്യുന്നത്? ആദ്യം സിലബസ് എടുക്കുക, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ prelims currently is the biggest issue right now. It's an animal, it's not easy to deal with it, it's extremely random. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ ഇതാ ചെയ്തത്. സോ വാട്ട് ഐ ഡിഡ് വാസ്, നമ്മളുടെ ബേസിക് സിലബസ് ഉണ്ടല്ലോ, അത് നല്ല thorough ആണ്. Fine, എന്താ നമ്മളുടെ ബേസിക് സിലബസ്? ലക്ഷ്മികാന്ത്, all those polity, the books and all I can send you. I mean Shafi could also have a list of books, please refer them. That's good enough. So what I'm saying is, നമ്മൾ ആദ്യം നമ്മുടെ ഫണ്ടമെന്റ്സ് നല്ലോണം ക്ലിയർ, നല്ലോണം കവർ ചെയ്യും. അതിനുശേഷം ഇപ്പൊ ഞാൻ പ്രിലിംസ് പ്രിപ്പയർ ആണെങ്കിൽ ഐ വിൽ സ്റ്റാർട്ട് സംവെയർ ഇൻ Jan Feb, ബിക്കോസ് ദ പ്രിലിംസ് ഇസ് എ ഡൈസി തിങ് ദീസ് ഡേയ്സ്. പണ്ടൊക്കെ കുറച്ച് ലേറ്റ് ആയി തുടങ്ങിയാൽ മതിയായിരുന്നു, ഇപ്പൊ കുറച്ച് ഏർലി ആയി തുടങ്ങണം. So I will start somewhere in Jan Feb. If you are a first time attempt of prelims, you should start it in January. For a second timer, third timer, it can be Feb, mid, even March starting also. So ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കറന്റ് അഫയേഴ്സ് ഇസ് എ ഡിഫിക്കൽട്ട് തിങ് ടു മാനേജ്. എന്നിട്ട് കറന്റ് അഫയേഴ്സ് ഭയങ്കര ഡൈനാമിക്, അത് എല്ലാ കൊല്ലവും മാറിക്കൊണ്ടിരിക്കും. നമ്മളുടെ ഫണ്ടമെന്റൽസ്, നമ്മൾ സ്റ്റാറ്റിക് പോർഷൻസ് നമ്മൾ തീർത്ത് വെച്ചല്ലോ, അന്ത സൈഡ് തീർത്ത് വെച്ചു. അതിന്റെ ഒരു ഗുണം അത് എല്ലാ കൊല്ലവും യൂസ് ചെയ്യാം. സ്റ്റാറ്റിക് റിമെയിൻ സ്റ്റാറ്റിക്. അപ്പൊ നമ്മളുടെ കയ്യിൽ സ്റ്റാറ്റിക് നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഞാൻ കറന്റ് അഫയേഴ്സ് എപ്പോഴും ജാനുവരി ഫെബ്രുവരി ആകുമ്പോൾ ഞാൻ കറന്റ് അഫയേഴ്സ് തുടങ്ങും. എങ്ങനെ നമ്മൾ കറന്റ് അഫയേഴ്സ് ഡീൽ ചെയ്യുക? കറന്റ് അഫയേഴ്സ് ഞാൻ പേപ്പർ ഒന്നും വായിക്കില്ലെന്നില്ല അധികം. നമ്മൾ വേണ്ടത്ര പേപ്പർ കേരളത്തിൽ വായിച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ പേപ്പർ വായിക്കേണ്ടത്. Chill out. This is the way I deal with it. Fine. There are people who have read newspapers, but still they are at the same level as me. What is paper ഒക്കെ തുറന്നിരുന്ന് ഇപ്പൊ 2 മണിക്കൂർ പേപ്പർ ഒക്കെ പഠിച്ച്, sorry, but that's a waste. There are institutions, there are coaching institutions which are looking at papers. They are getting what exactly is required for IAS exam. എന്താണോ വേണ്ടത് ആ പേപ്പർ അത് എടുത്ത് അതിന്റെ ഷോർട്ട് ഫോം ആക്കി 18. I'll just tell you, I'll come back to that question, Fahad. Yeah, so basically അതിനകത്ത് എന്താണ് വേണ്ടത് അത് എടുത്ത് മാറ്റി അതൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് തരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടോ? നിങ്ങളുടെ ഫുൾ പേപ്പർ വായിച്ചേ മതിയാവും. ദിസ് ഇസ് എൻ ഇഷ്യൂ വിത്ത് കേരള പീപ്പിൾ. ലൈക്ക് ഐ ഓൾസോ ഹാഡ് ഇറ്റ് ദിസ് ഹ്യൂജ് ഇഷ്യൂ. ഇല്ല ഞാൻ എന്റെ തന്നെ ഞാൻ പേപ്പർ തന്നെ വായിച്ച് എനിക്ക് എല്ലാം അറിയാം, എനിക്ക് ഇംഗ്ലീഷ് നല്ല ഞാൻ വായിക്കും. Bullshit. Think about it. People from north are just reading that capsule and scoring better than you. Die. I mean, please. Think smartly. So ഇതൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എന്ത് ചെയ്യും, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അതിന്റെ ഫുൾ ഇയറിന്റെ കറന്റ് അഫയേഴ്സ് എടുക്കും. That's from last May to this May, right? May, let's say 2020 to May 2021. That's my current affairs. I get it. I start reading it. I mug it up. ബൈ ഹാർട്ട് പഠിക്കണം. വേറെ നിവൃത്തിയിലോ എക്സാമിന്. ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ബൈ ഹാർട്ടിങ് ഇസ് ബിലോ മീ, യു നോ ഐ എം ടു ഇന്റലിജന്റ്. ബൈ ഹാർട്ട് ഇസ് ഫോർ വെരി പെഡസ്ട്രിയൻ പീപ്പിൾ. അവര് ബൈ ഹാർട്ട് പഠിച്ചിപ്പോ എന്താവാനാ? ഇപ്പൊ അച്ഛനമ്മയും പോലും പറയും ബൈ ഹാർട്ട് പഠിച്ചിട്ടൊക്കെ എന്താവാനാ? ഇന്ത്യൻ സിസ്റ്റത്തിൽ ബൈ ഹാർട്ട് പഠിച്ചിട്ടേ ആൾക്കാരാവുന്നുള്ളൂ. സാഡ്ലി നിങ്ങളുടെ ബുദ്ധിയൊക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിച്ച് എക്സാമിന് ക്ലിയർ ചെയ്ത് പിന്നെ യൂസ് ചെയ്യാം. ബട്ട് ബൈ ഹാർട്ട് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലീസ്, this discourse of by heart, നീ by heart പഠിച്ചതാണ് മാത്രമാണ്. Okay, yeah, I only by hearted a lot of things and I'm here today as an IAS officer. പക്ഷെ അതുകൊണ്ട് തന്നെ there are things, especially in prelims, where you have to mug it up. Please mug it up. അത് by heart തന്നെ പഠിക്കുക. അത് പഠിക്കാണ്ട് എക്സാം ക്ലിയർ ആവില്ല. I can give it to you in writing. Yeah, so basically that. So there are a lot of prelims facts which you have to mug it up. You mug it up. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഫാക്ട്സ് മൊത്തം പഠിച്ച് അതിന്റെ എല്ലാ മാസമുള്ള എല്ലാ കറന്റ് അഫയേഴ്സും പഠിച്ച് അത്യാവശ്യം അന്തസ്സായി വെച്ച് കഴിഞ്ഞാൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷന് ലെറ്റ്സ് സേ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. ഫൈൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കറന്റ് അഫയേഴ്സ് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. That's how it is. Let's say I am doing current affairs of insights, but I do question papers of vision. അപ്പൊ അത് രണ്ടും കവർ ചെയ്യും. ഈ കറന്റ് അഫയേഴ്സിന് ഞാൻ അവർ കവർ ചെയ്യാൻ വിട്ടുപോയത് മറ്റേത് കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ രണ്ടും ഉണ്ടാവും, സ്റ്റാറ്റിക്കും ഉണ്ടാവും കറന്റ് അഫയേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സ്റ്റാറ്റിക്കും റിവൈസ് ആവും, നിങ്ങളുടെ കറന്റ് അഫയേഴ്സ് വരും. അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഐ സോൾവ് ലൈക്ക് 30-35 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ ഫുൾ ടൈം കൊടുത്ത് സോൾവ് ചെയ്യുക. 2 മണിക്കൂറിന്റെ എക്സാം ഉണ്ട്, 2 മണിക്കൂർ തന്നെ കൊടുക്കുക. കൊടുത്ത് അറിയാത്ത ക്വസ്റ്റ്യൻ ആണ് പല പ്രാവശ്യം അതിന് വായിക്കുക, അതിന് നോക്കുക. ഐ മീൻ that's another lecture itself, how to solve question papers. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. പിന്നെ പ്രിലിംസിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയുന്നത് മാത്രമേ നിങ്ങൾ എഴുതൂ, അറിയുന്നത് മാത്രം എഴുതിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ പ്രിലിംസ് പാസ്സാവില്ല. There is a risk that you have to take in prelims.
ഇപ്പൊ ഞാൻ അറിയുന്ന മാത്രമേ എഴുതൂ, ഞാൻ പണ്ടേ അങ്ങനത്തെ കുട്ടിയായിരുന്നു, അറിയുന്ന മാത്രം ഞാൻ എഴുതി, അത് മാത്രമേ ഞാൻ എഴുതി, നിങ്ങൾ പ്രിലിംസ് എന്തായാലും പാസ്സാവില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് 50-50 ആകുന്ന സാധനങ്ങൾ നിങ്ങൾ എടുക്കണം. All 50-50s you have to take. I mean, it's a thing. I mean, I'm telling you. നിങ്ങളുടെ റിസ്ക് എത്രയാണ് ദാറ്റ് യു നോ. നിങ്ങൾ കുറെ മോക്ക് ടെസ്റ്റ് സോൾവ് ചെയ്താൽ യു എക്സാക്ട്ലി നോ വാട്ട് ഇസ് യുവർ റിസ്ക് ആപ്പിറ്റൈറ്റ്. അറ്റ് വാട്ട് ഡിഗ്രി ഓഫ് യുവർ റിസ്ക് ഇസ് യുവർ മാർക്ക് പീക്കിംഗ്. If you take more risk, then your marks go down. It's a graph like this. Your marks go up with risk, and suddenly your risk appetite goes. I mean, it's too much, and then it goes down. So you exactly know where exactly your mark is peaking, depending on your risk appetite. അല്ലെ? അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? പല എക്സാം പല പ്രാവശ്യം കൊടുത്ത് ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാം, ഇത്ര റിസ്ക് എടുത്താൽ നമ്മുടെ മാർക്ക് എത്ര എത്തുന്നുണ്ട്, അതിൽ കൂടുതൽ റിസ്ക് എനിക്ക് പണി കിട്ടും. റിസ്ക് അറിഞ്ഞു വെക്കുക. ഇപ്പൊ റിസ്ക് അറിഞ്ഞു. So you are a wonderful piece of apparatus for the exam. Now why? You know your foundations very thoroughly. You know your foundations. You've done it very, very well. Your foundations are extremely strong. How many attempts you want to give? That's fine. I mean, sometimes it takes attempts. Yeah, chill. Right? So at the third attempt, foundations are strong, that can be used in multiple attempts, and your current affairs is strong. Why? Because you study current affairs from one thing, and you did another test paper, another institute test paper, and also through tests you have understood what is your risk appetite and how much risk you have to take in the exam. You're ready for an exam, right? Then you go for the exam. That day it's another deal. The question might be this, but you are ready. You're ready. Why? You know everything that any aspirant knows in the exam. നിങ്ങളിൽ ബാക്കിയുള്ള എത്ര ആസ്പിറന്റ് അത്ര തന്നെ ഏറ്റവും നല്ല ആസ്പിറന്റ് ഏതാണോ അവരുടെ അത്ര തന്നെ നോളജ് നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക്. അവിടെ പോയി നിങ്ങൾക്ക് അറിയാം നമ്മൾ എത്ര റിസ്ക് എടുക്കണം. നിങ്ങൾക്ക് അറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടാന്ന് ഒരു ആസ്പിറന്റ് ഇത് കിട്ടില്ല, ആ ക്വസ്റ്റ്യൻ വിടുക. അത് അറിയണം. ആ ഒരു ഡിഫറൻസിയേഷൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെണ്ടുക എക്സാമിൽ. അതങ്ങനെ നിങ്ങൾ അറിയാം. യു ഷുഡ് ബി ദാറ്റ് വെൽ പ്രിപ്പയർഡ്, ആൻഡ് എവറി ഇയർ യു ഹാവ് ടു ബി ദാറ്റ് വെൽ പ്രിപ്പയർഡ്. That's prelims, you get through prelims. Now mains is a more systematic thing. It's good, and with time you get better with mains. Mains like to important optional. Okay, optional. How do you choose the optional? It's a very important thing. Kore aalkar vicharikum nan preparation thodangi 6 maasam കഴിഞ്ഞ optional edukka. Bullshit, right? That's all bad. You have to know your optional very early itself. നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഓപ്ഷണൽ കണ്ടുപിടിക്കണം. ഓപ്ഷണൽ കണ്ടുപിടിക്കാൻ 3 മെത്തേഡ് ആണ്. I use a 4 parameter thing. One is your interest in the optional. അനക്ക് ആ ഓപ്ഷണൽ ഇഷ്ടമാണോ? Like I like sociology. I like it. See, I am an engineer with an MBA degree and I took sociology. Right? എനിക്ക് MBA ഒരു ഓപ്ഷനാണ്, മാനേജ്മെന്റ് ഓപ്ഷണൽ, എഞ്ചിനീയറിംഗ് ഓപ്ഷൻ. രണ്ടും എടുത്തില്ല. അതുകൊണ്ടാണ് ടെലിംഗ് യു ദാറ്റ് വൈ. ഒന്ന്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്. രണ്ട്, ഇതിന് കോച്ചിങ് അവൈലബിൾ ആണോ ഇല്ലയോ. നമ്മളൊക്കെ ചെറിയ ടൗൺസിനൊക്കെ വരുന്ന ആളാടോടെ നമുക്കൊന്നും പെട്ടെന്ന് ഒരു എക്സാം ഒരു ഫുൾ സയൻസ് ഒന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു കൊല്ലത്തൊന്നും പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഫൈൻ. അതുകൊണ്ട് നമുക്ക് ഹെൽപ്പ് വേണം. ഹെൽപ്പ് എടുക്കുന്നത് ഒരു വലിയ പ്രശ്നം. നമുക്കൊരു ഹെൽപ്പ് എന്നൊക്കെ പറയാൻ നമുക്ക് എന്തോ മോശം പോലെ. ഓ, നമ്മളുടെ ഈഗോ ഹേർട്ടായി, നമ്മൾ സഹായം വെച്ചാണ് പഠിക്കുന്നത്. ഫൈൻ, ബുൾഷിറ്റ്. ജസ്റ്റ് ഗെറ്റ് ദാറ്റ് ഹെൽപ്പ്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇമ്പോർട്ടന്റ് യാർ ഫോർ പീപ്പിൾ ലൈക്ക് അസ്. നമ്മളൊന്നും എവിടെ ഒന്നുമല്ല, നമ്മൾ ഒന്നുമില്ലായ്മ വന്നത്. അപ്പൊ പിന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതിന് പൈസ ചെലവാക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ കോച്ചിങ് ഉണ്ടോ നോക്കുക. കോച്ചിങ് വേണം. കോച്ചിങ് ഉള്ള ഓപ്ഷനാണ് നല്ലത്. മൂന്നാമത്, ഇതിന്റെ സിലബസ് ഭയങ്കര ഫാസ്റ്റ് ആണോ, അത് വേണ്ട. അനക്ക് വേണം. ഐ വാസ് പ്രിപ്പയറിംഗ് വിത്ത് വർക്ക്. സോ ഞാനൊരു കോമ്പാക്ട് സിലബസ് ഉള്ള സാധനം എടുത്തു. സോഷ്യോളജി ആയിരുന്നു അത്. ഫൈൻ. പിന്നെ അവസാനം, ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടന്റ്, ദിസ് ഇസ് നമ്മളുടെ GSും ഓപ്ഷനിലും ഒരു ഇന്റർസെക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ബട്ട് ഐ ഡോണ്ട് സേ it's very important that, but അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നല്ല അഡ്വാൻറ്റേജ്. Sociology had everything. It had a compact syllabus, it had enough institutional help in terms of coaching centers, it had a test series easily available, and it also had a overlap with GS. That's it. I got it. I decided just sociology and I was interested. That's it. But I'm saying mathematics ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ GSലൊന്നും ഒരു ഹെൽപ്പും ഇല്ല. പക്ഷെ എന്നിട്ടും അവർ നല്ലോണം സ്കോർ ചെയ്ത് നല്ല റാങ്ക് വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഒരു വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. With these parameters you analyze which option you have to take, you take that option. That's it. Again, ഓപ്ഷണൽ നമുക്ക് നല്ല തറോ നോളജ് വേണം. എന്താണ് ഓപ്ഷണൽ ഇസ് മോസ്റ്റ്ലി സ്റ്റാറ്റിക്. കുറെയൊക്കെ സ്റ്റാറ്റിക് ആണ്. അപ്പൊ അതിന് നല്ലോണം പഠിച്ച് നല്ലോണം തറോ ആണെങ്കിൽ ഓപ്ഷനിൽ നമ്മൾ സ്കോർ ചെയ്യും. GS 1, 2, 3, 4 ഇതില് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ I don't know how to explain right now. It's a huge bro, some questions when you click, okay, fine, I'll do that. So basically then you to prepare for mains. What I'm telling you is, for mains you have to join a test series and work according to test series. Test year maasana year time aanu aa time idine edukka, and then you get to the test series, then you go for the mains, then interview. Fine. I can't explain it entirely because it's taking too much time. I think Shafiq is very telling me to do something. Wait 1 second. What is he telling me? I'm just saying to answer the questions in the chat box. Sure, Shafiq. Fahad is asking, what sir, please explain. 1 second. Civil brother, please experience Labasna. Yeah, Labasna wala experience Shafiq will share. It's a good experience. That's what I would say. And it's not that great also. It's okay. What is this? Sir, is it do better at the age of 18 or having some life experience? Yeah, in IAS and all, the faster you get into the exam, the better. It's not that you have to have a lot of experience and then you have to come. I mean, that helps, but
what I feel is, if you exactly know this is what you want to do, start it as early as possible. That's what I'm saying, right? What is this? More 18. Okay. Sir, do you think advantage follow CBSE syllabus to crack CSE? What is CBSE syllabus? No, I don't know about CBSE. You're talking about NCRTs. Maybe reading NCRTs is good, but I did not read any NCRT. I only read +1, +2. Geography NCRT. Otherwise, I haven't touched any NCRT. It's not very important, but maybe it helps. I'm not exactly sure on that. There are enough books like Spectrum's Modern History is good enough because it consolidates all NCRTs. So don't go reading all history NCRTs, right? Bro, yeah, that's you. So do you, sir, I have a doubt whether preparations I should go right at the 16 to crack UPSC, or I'm a bit confused. Okay, see one thing. You are 16, no, fine. See, few things people do, which I knew later. ചില ആൾക്കാർ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളുടെ എന്താ ഓപ്ഷനിൽ എടുക്കാൻ പോകുന്നത്, ലെറ്റ്സ് സേ സോഷ്യോളജി ഈസ് ഗോണ ബി മൈ ഓപ്ഷൻ. നിങ്ങൾ ആദ്യം തീരുമാനിച്ചു എനിക്ക് IAS ഓഫീസർ തന്നെ ആവേണ്ടത്, വേറെ ഒന്നും ആവണ്ട, ഫൈൻ, ദാറ്റ്സ് എ ഗുഡ് ഡെസിഷൻ, ദെൻ യു വർക്ക് അക്കോർഡിംഗ്ലി, റൈറ്റ്? അപ്പൊ നമ്മൾ അറിയാം നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ +2 കഴിഞ്ഞു, എനിക്കറിയാം ഞാൻ സോഷ്യോളജി എടുക്കാൻ പോകുന്നത് ആസ് ഓപ്ഷണൽ. ഇറ്റ്സ് ഗുഡ് ടു ഹാവ് എ ഡിഗ്രി ഇൻ സോഷ്യോളജി. അപ്പൊ അത് വെച്ച് ഡിഗ്രി എടുത്ത് അത് വെച്ച് എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നം എന്താ അറിയും, നാളെ എന്തോ കാരണവശാൽ ആ എക്സാം നമ്മൾ പാളി, അത് പറ്റിയില്ല, അത് പറ്റാണ്ടിരിക്കും ചെയ്യും. എന്നാൽ ദർ ഇസ് നോ എഫേർട്ട് ഔട്ട്പുട്ട് കോറിലേഷൻ അത്ര സ്ട്രോങ് അല്ല UPSC-യിൽ. കാറ്റിലുണ്ട്, അത് AIEEE ഉണ്ട്. അത്ര എഫേർട്ട് ഇടുന്നു അത്ര ഔട്ട്പുട്ട് ഉണ്ടാവും. UPSC-ൽ ആ ഒരു പ്രശ്നം ഉണ്ട്. That arises only when you put a lot of effort. ഇപ്പൊ ഒന്നും പഠിക്കാതെ അത് ലക്കാന്ന് പറഞ്ഞാൽ that's bullshit. Please don't give me that answer. The point is effort. അത് പ്രശ്നമുണ്ട്. So remember, what I would tell you is have a good degree as a backup. Yeah. Like I had an NIT and IIM as a backup. I know how much ever risk I do. I don't care. I'll get into some other firm and I'll get a good job, whatever. So ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന്റെ ഒരു പാഴ്ച അതാണ്. നമുക്കൊരു നല്ല സ്ട്രോങ് ഡിഗ്രി ഉണ്ടാവില്ല. That's an issue. Otherwise, there are a lot of people who have done it. ഒരു സാധാരണ ഡിഗ്രി എടുത്തിട്ട് UPSC എക്സാമിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്ത് ആദ്യം പ്രിപ്പയർ ചെയ്ത് വെരി ഏർലി ദേ കം ഇൻ ടു ദ സർവീസ് ഓൾസോ, വിച്ച് ഇസ് റിയലി ഗുഡ്. ഫൈൻ, അതും ചെയ്യാം. ഫൈൻ, ഗുഡ്. ഇസ് ദർ എനിത്തിങ് ലെഫ്റ്റ്? More chat. One second. I am humanities student. After which degree is best? Yeah, you are a humanities student. Watch which degree. I mean, that is your question. I mean, for UPSC you have a taking. I told that answer. No. Then you look into the optional you want to take and then take that optional as well. Yeah. Is there anything else you want to know? Ma'am, yeah. ചോദിക്കാം കേട്ടോ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കാം. No problem is there. Okay. No, it's okay. Shafiq, is there anything else or should we close? Yeah. I think we can close. I think you have covered almost everything. From civil service and except civil service also, like engineering also, management also, you have discussed in details, and it has been a very fruitful session. Today is the first day. So one other question is come, sir, BBA course is good for the future. Okay. Yeah, BBA. I can answer that. See, I came from a BTech MBA thing. Okay, most of the IIMs are flooded with people from BTech MBA, but there are BBA MBA also, right? See, the thing is, ഇതിന് കുറച്ചും കൂടെ എന്താ വേണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കണം. ഒരു BBA എടുക്കുകയാണെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മളിപ്പോ ഒരു ഓഫ് ബീറ്റ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ലൈക്ക് കോമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും എനിത്തിങ്, റൈറ്റ്? അങ്ങനെ നമ്മളെ മെയിൻ, ഐ എം സോ സോറി വി ആർ യൂസിങ് ദീസ് തിങ്സ്, മെയിൻ സ്ട്രീം ആൻഡ് ഓഫ് സ്ട്രീം ആൻഡ് ഓൾ, സാഡ് ഫാക്ട് ഇൻ സൊസൈറ്റി. മെയിൻ സ്ട്രീം സബ്ജക്ട് അല്ല ഈ ഹ്യൂമാനിറ്റീസും കോമേഴ്സും, അവരത് കാണുന്നില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ പോലും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുക്കുക, then it's good. That's what I would say. Fine. So today is the first day of this career awareness month, and it could not have begun on such a wonderful note as today. Like, you are an amazing speaker, and I think we have all witnessed it, and lot of things that I know about you, but you told it in a different manner that has been very fascinating. I hope all the participants have enjoyed it and learned a lot from it. And the host, Jisha madam, you can conclude. Just one thing to add, Mr. Vivek is a very multicolored individual, you can say. Like, he knows a lot about everything, like about art also, about like photography. As he's saying, he's being too modest. I've seen his photographs, and he was also film secretary at Labasna.
So that was amazing. And otherwise also he has been very active in academy and in the field as well. He has been holding SDM charge for I think 3 months or so. Thank Like you. he Yeah. has been holding down the fort there. So I have a lot to learn from him. So Please, let's not touch it there, Shafiq. Thank you, though. Yeah, no, thanks a okay, lot. okay, okay. No. That's okay. That's okay. That's a different thing. Jisha madam, you can conclude. You can conclude. Sir, last one question, one economics, which institution the student has to select in Delhi? One question came from one student. Economics, so what is it? You choose economics as my degree. Can you say to? Yeah, DU has very good institutions. One is, I think, Shafiq, what is that institution? Sriram College of Commerce, no? Yeah. Shriram College of Commerce. Sriram College of Commerce is good. Yeah. I think there's Delhi. Yeah, Delhi College of Economics is also there. Anything in DU is better. Yeah. When you look at economics and all, DU is a very good university to get hold of. We have a session with Delhi University. Yeah. Okay. Yeah. Okay, ma'am. Shafiq sir, shall I proceed with Sure. the? Please. എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മുടെ നാട്ടില് ഇപ്പം കോവിഡ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് വെബിനാറുകളും സെമിനാറുകളും ഒക്കെ ഒരു NSS PO എന്ന നിലയിലും ഞാൻ തന്നെ കുറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ഒക്കെ അത് വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷനും കാണാറുണ്ട്. മീൻസ് സ്റ്റുഡൻസ് ലീവ്. Also we'll have. But here, the wonderful thing is that the students who joined first still remaining, means they are there in the session. It is because of you, sir, Vivek sir. Your experience, really gives us a real picture, touching picture. I don't know how to describe it in the words. നല്ല ഒരുപാട് കാര്യങ്ങൾ അത് ആ ഒരു ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങളോട് വിവരിച്ചു തന്നത്. ശരിക്കും പറഞ്ഞാല് സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒന്ന് ഭയങ്കരമായിട്ട് തഴങ്ങിയത്. ടേക്കിംഗ് സ്ട്രെസ് ഗ്രാജുവലി, അത് ഞങ്ങളെ പോലുള്ള ജോലിക്കാർക്ക് കൂടി പറ്റുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ വിവേക് സാറ് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെയും ജീവിതത്തിൽ, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഓരോ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. താങ്ക് യു സർ ഫോർ ബീയിങ് ഹിയർ ആസ് എ നോട്ട് ആസ് എ ഗസ്റ്റ്, ആസ് എ ഫ്രണ്ട് ടു ഡിസ്ക്രൈബ് ഓൾ ദോസ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. താങ്ക് യു സർ. Thank you, ma'am. Thank you. Thank you, Vivek. Thank you, Shafiq. Thanks a lot. Thanks a lot to the administration also. Thanks a lot. I'll quit now, no? Is that it? Thank you. Yeah. Thank you, Shafiq. Thank you, ma'am. I'm very lucky to have such an experience personally. Thank you, madam. Thank you for moderating the session. It was a very knowledgeable session. A lot of participants were asking questions and so please go ahead. Okay. Thank you.